ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും ജയിലൻ പി എസ് സിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരികൃഷ്ണൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ചോദിച്ചിട്ടുള്ള മാത്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 30 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ വരാൻ പോകുന്ന അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അതുകൂടാതെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ, ഈ എക്സാമുകൾക്കൊക്കെ എന്താണ് ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ. ഒന്നെങ്കിൽ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ജോമെട്രി ഒക്കെ ഇപ്പോൾ ഈ എക്സാമിനേഷനുകളിലൊക്കെ ജോമെട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ പറയുന്നതിനൊപ്പം തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ് ചൂസ് ചെയ്തിട്ടുള്ളത്? നമ്മൾ ഫെബ്രുവരി 7, 2026 വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാം നടക്കുകയുണ്ടായി. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, 502/2023 ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ ഈ എക്സാം എഴുതിയിട്ടുള്ളവരൊക്കെ ഉണ്ടാകാം അല്ലേ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മുന്നേ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് 1.5x അല്ലെങ്കിൽ 2x നല്ല സ്പീഡിൽ കണ്ടുപോകുക. അപ്പോൾ ഒരു റിവിഷൻ ആവും. അപ്പോൾ നമുക്ക് ഈ പ്രിസൺ ഓഫീസർ ഈ ശനിയാഴ്ച അതായത് 18-ാം തീയതി കണ്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഉപകരിക്കും. എല്ലാം എങ്ങനെയായാലും ആദ്യം തൊട്ട് അവസാനം വരെ നിങ്ങൾ സ്പീഡ് കൂട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു രീതിക്ക് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് 2, 3 പരീക്ഷകളിൽ ആമി നേടിയത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണ് അല്ലേ. അപ്പോൾ ഇവിടെ ശരാശരിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ശരാശരിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ? ശരാശരി എന്ന് പറഞ്ഞാൽ തുക ബൈ എണ്ണാണ് അല്ലെ. തുക ബൈ എണ്ണം അതെല്ലാവർക്കും അറിയാലോ, തുക ബൈ എണ്ണാന്ന് അല്ലെ. ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷ എഴുതി. ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് 2, 3 പരീക്ഷകൾക്ക് എഴുതിയത്. അപ്പൊ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് കിട്ടിയ മാർക്ക് എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് ആമിക്ക് കിട്ടിയ മാർക്ക് x+10ഉം മൂന്നാമത്തെ പരീക്ഷയ്ക്ക് ആമിക്ക് കിട്ടിയ മാർക്ക് x+11 ആയിരിക്കും അല്ലെ. ആദ്യ പരീക്ഷയേക്കാൾ 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് 2, 3 പരീക്ഷകൾക്ക് ലഭിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ x+10ഉം x+11 ആയിരിക്കും എന്ത് ആമിക്ക് 3 പരീക്ഷകളിലായിട്ട് കിട്ടിയത്. ഇനി ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മാർക്ക് ഏതൊക്കെയാണെന്ന് നമുക്കറിയില്ല. x+10, x+10, x+11 അങ്ങനെയാണ് നമ്മൾ മാർക്ക് ചൂസ് ചെയ്തത്. എന്താ ആദ്യത്തത് x ആണെങ്കിൽ പിന്നെ 10 കൂടി 11 കൂടി അങ്ങനെ. അപ്പൊ അതിന്റെ ശരാശരി കാണണം അല്ലെ. ശരാശരി 75 എന്ന് തന്നിട്ടുണ്ട്. ശരാശരി കാണണമെങ്കിൽ എന്താ ഈ 3 കൂട്ടുക ഡിവൈഡ് ബൈ എണ്ണം. എണ്ണം എന്ന് പറഞ്ഞാൽ 3 അല്ലേ, 3 കൊണ്ട് ഹരിക്കുക അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. x+10 പ്ലസ് x+11/3 ഈക്വൽ ടു എത്രയാ? ഈക്വൽ ടു 75 ആണ് അല്ലെ. ഈക്വൽ ടു 75 ആണ്. x+10 x+11 അപ്പൊ എത്രയാ? 3x ആണ് അല്ലെ. 3x പ്ലസ് എത്ര വരും? 10 + 11 എത്ര? 21. 21/3 3x പ്ലസ് 21/3 ഈക്വൽ ടു 75 വരും അല്ലേ. അത് കഴിഞ്ഞിട്ട് ഇനി എഴുതാലോ. ഈ 3x + 21 അവിടെ തന്നെ നമ്മൾ നിർത്തി. 3x + 21 അവിടെ തന്നെ നിർത്തി. 3 റൈറ്റ് സൈഡിലേക്ക് പോകും. അപ്പൊ 75 × 3 എത്രയാ? 225 എന്ന് വരും. 225. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ ഞാൻ 3x തന്നെ നിർത്തി. 3x ഈക്വൽ ടു ഈ 21 ഞാൻ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ -21 ആവില്ലേ. അപ്പൊ 225 21 പോകും. എത്ര വരും? 204 വരും അല്ലെ. 3x ആണ് പിള്ളേരെ 204. അപ്പൊ x എന്ന് പറഞ്ഞാൽ 204/3 ചെയ്യുക. 204/3 എന്ന് പറഞ്ഞാൽ നമുക്ക് 6 3 18 24 വരും 8. ഓക്കെ, 68 എന്ന് ആൻസർ വരും. ഓക്കെ, 68 എന്ന് ആൻസർ വരും. 204/3 എങ്ങനെയാ വെട്ടി കുറച്ചത്? 3ഉം 20 നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പൊ 6 3 18 അല്ലേ. ബാക്കി ശിഷ്ടം 2 ഇല്ലേ. അപ്പൊ 24 വന്നില്ലേ. 3 എത്ര തവണ 24 പോകും? 8 തവണ പോകും അല്ലെ. അപ്പൊ 68 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, എക്സ് ആണ് എത്ര? 64. ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്കാണ് ഇവിടെ ചോദിച്ചത്. അത് എത്രയായിരിക്കും? അത് 68 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ചതുരത്തിന്റെ വിസ്തീർണം 100 സെന്റിമീറ്റർ ആണ് അല്ലെ. ഒരു ചതുരം എന്ന് പറയുമ്പോൾ അതിന്റെ വിസ്തീർണം അവർ പറഞ്ഞിട്ടുണ്ട്. എത്ര? 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ തന്നെ നോക്കുക, വിസ്തീർണം 100 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഒരു വശം എത്ര ആയിരിക്കും? 10 ആയിരിക്കും. മറ്റേ വശം 10 തന്നെ ആയിരിക്കും അല്ലെ. 10 × 10 അല്ലേ 100 എന്ന് പറയുന്നത്. വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താ? L × B അല്ലെങ്കിൽ A² ആയിരിക്കും.
ഇവിടെ എൽ ഇൻറ്റു ബി എന്ന് കൺസിഡർ ചെയ്താലും എ സ്ക്വയർ എന്ന് കൺസിഡർ ചെയ്താലും നമുക്ക് വിസ്തീർണം 100 കിട്ടണം. അപ്പോൾ ഒരു വശം എത്ര ആയിരിക്കും? 10 ആയിരിക്കും. അതിന്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന അതായത് ഡയഗണൽ എന്ന് പറഞ്ഞാൽ വികർണം അല്ലെ, വരച്ചിരിക്കുന്ന വൃത്തത്തിന്റെ വിസ്തീർണം എത്രയാണ്? അപ്പോൾ ഈ വൃത്തം, ഈ ഡയഗണൽ കൺസിഡർ ചെയ്തിട്ട് ഒരു വൃത്തം നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ, ഓക്കെ കറക്റ്റായില്ല, ഈ വൃത്തം വരയ്ക്കുകയാണെങ്കിൽ ഈ 4 ചതുരത്തിന്റെ മൂല ഈ വൃത്തത്തിൽ കോയിൻസൈഡ് ചെയ്യണേ, ടച്ച് ചെയ്യണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ വിസ്തീർണമാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാം വികരണത്തിന്റെ നീളം കണ്ടുപിടിക്കാം. എങ്ങനെ? ഇവിടെ നമ്മൾ വശം കണ്ടുപിടിച്ചു. വശം എന്ന് പറഞ്ഞാൽ A 10 ആണെന്ന് പറഞ്ഞു അല്ലെ, A 10 ആണെന്ന് പറഞ്ഞു. വികരണം എത്രയായിരിക്കും? വികരണം എത്രയായിരിക്കും? √2a. വികരണം എന്ന് പറഞ്ഞാൽ √2a. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? √2 × 10 ആയിരിക്കും. 10√2 ആയിരിക്കും വികരണം. 10√2 സെന്റിമീറ്റർ ആയിരിക്കും വികരണം. അത് നമ്മുടെ സർക്കിളിന്റെ എന്തായിരിക്കും? വ്യാസമായിരിക്കും, ഡയമീറ്റർ ആയിരിക്കും. നമുക്ക് സർക്കിളിന്റെ റേഡിയസ് കണ്ടാലാണ് വിസ്തീർണം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സർക്കിളിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ അത് തന്നെ സർക്കിളിന്റെ വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താ? πr² ആണ് അല്ലെ. അപ്പൊ നമുക്ക് r കണ്ടുപിടിക്കണം. r നമുക്ക് അറിയത്തില്ല. r എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമുക്ക് ഡയഗണൽ അഥവാ വ്യാസം നമുക്ക് തന്നിട്ടുണ്ട് 10√2 അല്ലെ. അപ്പോൾ d എന്ന് പറഞ്ഞാൽ 10√2 ആണ്. r എത്രയായിരിക്കും? r അതിന്റെ പകുതി ആയിരിക്കും, 5√2 ആയിരിക്കും എന്ത് r എന്ന് പറയുന്നത് അല്ലെ. റേഡിയസിന്റെ ഇരട്ടിയാണ് എന്ത്? വ്യാസം, ഡയമീറ്റർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ പകുതിയാണ് എന്ത്? റേഡിയസ്. അപ്പൊ എന്താ? r എന്ന് പറഞ്ഞാൽ 5√2 ആണ് ഇല്ലേ. ഇനി നമുക്ക് πr² ചെയ്യാലോ അല്ലേ. അപ്പോ വൃത്തത്തിന്റെ വിസ്തീർണം = πr² അല്ലെ. π × r എത്രയാ? 5√2. 5√2 × 5√2 അല്ലേ. 5√2 × 5√2. π × 5√2 × 5√2. 5 × 5 25. പൈ എടുത്ത് താഴേക്ക് എടുത്ത് എഴുതി. 5 × 5 25. പിന്നെ √2 × √2 എത്രയാ? √2 × √2 2 അല്ലേ. √2 × √2 രണ്ട് റൂട്ട് തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ റൂട്ട് ക്യാൻസൽ ആവും. അതിനകത്തുള്ള സംഖ്യ പുറത്തേക്ക് വരും, പൂർണ്ണസംഖ്യയായിട്ട് വരും. √2 × √2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇത് എത്ര വന്നു? 25 × 2 50. 50 പൈ എന്ന് വന്നു അല്ലെ. 50 പൈ. നമ്മുടെ ഓപ്ഷനിലുണ്ടോ 50 പൈ? ഓപ്ഷൻ സി 50 പൈ സെന്റിമീറ്റർ² ആണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ? ഒരു ചതുരത്തിന്റെ വിസ്തീർണം നമുക്ക് തന്നു 100 സെന്റിമീറ്റർ² ആണെന്ന് പറഞ്ഞു. അപ്പൊ ചതുരത്തിന്റെ ഒരു വശം കണ്ടുപിടിക്കുക. വശം എന്ന് പറഞ്ഞാൽ എത്രയാ? 10 സെന്റിമീറ്റർ ആണ്. ഡയഗണൽ കണ്ടുപിടിക്കുക. ഡയഗണൽ = √2a ആണ്. a നമുക്ക് കിട്ടി 10 സെന്റിമീറ്റർ. √2a എന്ന് പറയുന്ന നേരത്ത് ഡയഗണൽ 10√2 എന്ന് വരും. ഈ ഡയഗണൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഒരു വൃത്തം വരച്ചിട്ടുള്ളത്. അതായത് ആ ഡയഗണൽ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ എന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും, വ്യാസമായിരിക്കും. നമുക്ക് വ്യാസം കണ്ടിട്ട് കാര്യമില്ല, നമുക്ക് റേഡിയസ്, ആരം കാണണം അല്ലെ. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഡയമീറ്ററിന്റെ പകുതിയാണ്, 5√2 വരും. പിന്നെ നമ്മൾ πr² ഇട്ട് ഇക്വേഷൻ ഇട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ ഈ ജോമെട്രിയിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെയായാലും മാൻഡേറ്ററി ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ ഈ ഇക്വേഷനൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, വൃത്തത്തിന്റെ വിസ്തീർണം കാണാനാണെങ്കിൽ πr², ചുറ്റളവ് കാണാനാണെങ്കിൽ 2πr ആണ് അല്ലെ. 2πr. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15.625 ക്യൂബ് റൂട്ട് ഡാഷ് ആണ്. ഈ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം തന്നെ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഈ ലെവലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ താഴെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, 15.625 ക്യൂബ് റൂട്ട് നമുക്ക് സാധാരണ ഇപ്പോൾ 1000 ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ 27 ക്യൂബ് റൂട്ട് അല്ലെങ്കിൽ 64 ക്യൂബ് റൂട്ട്, 8 ക്യൂബ് റൂട്ട്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ദശാംശമില്ല. ഈ 15.625 ക്യൂബ് റൂട്ട് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ഇതിന്റെ ദശാംശം ഒന്ന് മാറ്റുക അല്ലെ. 15.625 15,625 എഴുതുക. പകരം നമ്മൾ ദശാംശം കളയാനായിട്ട് 1000 വെച്ച് ഡിവൈഡ് ചെയ്യുക. എത്ര വെച്ച്? 1000 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആ ദശാംശം മാറിയില്ലേ? ഇനി 1000 ക്യൂബ് റൂട്ടും 15,625 ക്യൂബ് റൂട്ടും കണ്ടുപിടിക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ക്യൂബ് റൂട്ട് ഓഫ് 15,625 ക്യൂബ് റൂട്ട് ഓഫ് 1000. 1000 ക്യൂബ് റൂട്ട് എത്രയാണ് പിള്ളേരെ? 1000 ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 10 അല്ലേ. 10 × 10 × 10 അല്ലേ 1000. 10 × 10 × 10 1000. ഓക്കെ, 10. ഓക്കെ, ഇനി 15,625. ഈ ലാസ്റ്റ് ഡിജിറ്റ് ഈ 625, 125 ഇങ്ങനെയൊക്കെ വരുന്നത് ഏതിന്റെ ക്യൂബ് റൂട്ട് ആയിരിക്കും? 5ന്റെ ആയിരിക്കും അല്ലെ. 5ന്റെ സ്ക്വയർ, ക്യൂബ്, 5ന്റെ 4th പവർ, ഇതൊക്കെ എന്തായിരിക്കും? യൂണിറ്റ് ഡിജിറ്റ്, അതായത് ലാസ്റ്റ് അക്കം എന്ന് പറഞ്ഞാൽ 5 തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ ഈ 625
ഈ ലാസ്റ്റത്തെ 25 മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. മൊത്തം ഈ 625 ചൂസ് ചെയ്തതിൽ 25 മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്ത് ഇവിടെ എഴുതുക. ഓക്കെ, അപ്പൊ 5ന്റെ റൂട്ടാണ് 25. ഇപ്പൊ 5 ഇവിടെ എഴുതും. ക്ലിയർ ആയോ? 15625 ഞാൻ 15,625 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ 625 ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 625 മൊത്തമായിട്ട് നമ്മൾ എടുത്തെങ്കിലും 25 മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. 25ന്റെ റൂട്ട് അതായത് 5 അല്ലെ? അപ്പോൾ 5 എടുത്തെഴുതി. ഓക്കെ, 25ന്റെ റൂട്ട് 5 ഇപ്പൊ നമ്മുടെ ക്യൂബ് റൂട്ട് 125ന്റെ ക്യൂബ് റൂട്ട് എടുത്താലും എന്താ യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. 625ന്റെ ക്യൂബ് റൂട്ട് എടുത്താലും യൂണിറ്റ് ഡിജിറ്റ് 5 ആയിരിക്കും. 25ന്റെ ക്യൂബ് 25ന്റെ സ്ക്വയർ അല്ലെ 625. ഓക്കെ, 5ന്റെ ക്യൂബ് 125. ഓക്കെ, 5ന്റെ സ്ക്വയർ ക്യൂബ് ഫോർത്ത് പവർ എല്ലാം എന്തായിരിക്കും 5 തന്നെയാണ് ഫിനിഷ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് 5 നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതിയത്. പിന്നെ ഈ 15 എന്നുള്ള സംഖ്യയിൽ ഏതാണോ ക്യൂബ് റൂട്ട് അടുത്ത് വരുന്നത് അല്ലെ? നമുക്കറിയാം 1ന്റെ ക്യൂബ് 1 2ന്റെ ക്യൂബ് 8 3ന്റെ ക്യൂബ് എത്രയാ 27 അല്ലെ? അപ്പോ ഈ 15നോട് അടുത്ത് വരുന്ന ക്യൂബ് ഏതാണോ ആ സംഖ്യ പിക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത് വരുന്നത്. ഇപ്പൊ 1 നമുക്ക് എടുക്കേണ്ട കാര്യമില്ല, 15 8 നമുക്ക് എടുക്കാലോ അല്ലെ? 15നോട് അടുത്ത് വരുന്ന ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 അല്ലേ? 27 വരുമോ? ഇല്ല, 27 എന്ന് പറഞ്ഞാൽ 15ന് ശേഷം വരുന്നതാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 2 കൂടി പിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്കിത് ചെറുതാക്കാലോ അല്ലെ? 5 വെച്ച് കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5/2 ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം. 15.625 നമ്മൾ എങ്ങനെയാണ് ക്യൂബ് റൂട്ട് ആക്കിയത്? 15.625 ആദ്യം തന്നെ നമ്മൾ അതിന്റെ ദശാംശം കളഞ്ഞു അല്ലെ? അതിനെ നമ്മൾ 15,625 ഡിവൈഡ് ബൈ 1000 എന്നുള്ള രീതിയിൽ ചെയ്തു. ആ 1000ന്റെ ക്യൂബ് റൂട്ട് നമുക്കറിയാം 10. പിന്നെ 15,625 നമുക്കറിയാം ഈ യൂണിറ്റ് ഡിജിറ്റ് എപ്പോഴും 5 വരുന്നത് ഇതിന്റെ 5ന്റെ പ്രൊപ്പോർഷൻ തന്നെയായിരിക്കും അല്ലെ? അപ്പൊ 625 മൊത്തത്തിൽ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ 5 പിക്ക് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഇതുപോലെ തന്നെ 125 ഏത് സംഖ്യ ഇതുപോലെ വന്നു കഴിഞ്ഞാലും 3 ഒക്കെ ഉള്ളത് നമുക്ക് എന്താ അതിൽ നിന്ന് 5 പിക്ക് ചെയ്യാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ 2 സംഖ്യ ആണെങ്കിൽ ആ 2 സംഖ്യയുടെ എന്ത് ചെയ്യാം? അടുത്ത് വരുന്ന ക്യൂബ് റൂട്ട് ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ 25/10 എന്ന് വന്നു. അതെന്താണ്? ചെറുതാക്കാൻ നേരത്തെ 5 വെച്ച് നമുക്ക് കട്ട് ചെയ്യാലോ അല്ലെ? അപ്പൊ 5/2 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ x raised to a minus a raised to minus 1 the all raised to 1/a minus 1 പിന്നെ all raised to a by a plus 1 അല്ലെ? ഇതിന് നമ്മൾ കൃത്യങ്ങൾ എക്സ്പോണൻസ് എന്നുള്ള ഒരു ഭാഗം പഠിച്ചിരിക്കേണ്ടതാണ്. a raised to m the all raised to n is equal to a raised to mn ആണ്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ. a raised to m the all raised to n is equal to a raised to mn. അപ്പോ ഇവിടെ നോക്കിയേ, ഈ x raised to a minus a raised to minus 1 അതിനെ ഞാൻ a ആയിട്ട് കൺസിഡർ ചെയ്തു. ഒന്ന് ആലോചിക്കുക, ആ എക്സിനുള്ളിൽ ആ ഫുൾ ടൈമിനെ ഞാൻ a ആയിട്ട് കൺസിഡർ ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ m എന്നുള്ള ടൈം 1/a minus 1 n എന്നുള്ള ടൈം a/a plus 1 ആയിരിക്കുമല്ലോ അല്ലെ? ഈ ഇക്വേഷൻ ഡയറക്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി. a എന്നുള്ളത് ഞാൻ ഈ മൊത്തമുള്ള എക്സിന്റെ ടൈമിനെ കൺസിഡർ ചെയ്തെങ്കിൽ ഈ m എന്ന് പറഞ്ഞാൽ 1/a minus 1 n എന്ന് പറഞ്ഞാൽ a/a plus 1 ആണ് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? a raised to mn എഴുതാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ 1/a minus 1 ഇൻറ്റു a/a plus 1 ഗുണിക്കണം അല്ലെ? mn കിട്ടണമെങ്കിൽ അത് 2 ഗുണിക്കണ്ടേ? അപ്പൊ എന്ത് വരും? a minus 1 ഇൻറ്റു a plus 1 എന്താ? a plus b ഇൻറ്റു a minus b a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് വരും? a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ. അപ്പൊ എന്ത് 1 തന്നെ വരും. a/a സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി ഈ x raised to സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതാട്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. x raised to a minus a raised to minus 1 ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a minus a raised to minus 1. ഈ ഒരു ടൈമിൽ ഈ ഒരു ടൈം a minus a raised to minus 1 അതാണ് ഞാൻ ഇവിടെ എടുത്ത് എഴുതിയത്. അതിനെങ്ങനെ എഴുതാം? a minus 1/a എന്ന് എഴുതാലോ അല്ലെ? a minus 1/a അല്ലെ? അതായത് കൃത്യം പവറിൽ മൈനസ് വന്നു കഴിഞ്ഞാൽ അതിനെ 1/, എന്നുള്ള ഒരു ടൈമിലേക്കായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം അല്ലെ? അപ്പൊ a minus a raised to minus 1നെ a minus 1/a എന്നുള്ള ടൈമിലേക്ക് എഴുതി. ഇവിടെ എന്താ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് വരും? a സ്ക്വയർ മൈനസ് 1/a എന്ന് വരും. a സ്ക്വയർ മൈനസ് 1/a. ഓക്കെ, ഇനി നമുക്ക് ഇത് എടുത്ത് എഴുതാലോ അല്ലെ? x raised to a സ്ക്വയർ മൈനസ് 1/a ഓൾ raised to എന്ത് വരും? ഈ ഒരു ടൈം അല്ലെ? mn നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ? m ഇൻറ്റു n കണ്ടുപിടിച്ചില്ലേ? അതല്ലേ ഇത് mn. ഓക്കെ, എന്ത് വരും? a/a സ്ക്വയർ മൈനസ് 1 വരും. a സ്ക്വയർ മൈനസ് 1. ഇത് വീണ്ടും എന്താ? a raised to m the all raised to n എന്നുള്ള ഫോർമാറ്റിലല്ലേ? x raised to ഒരു പവർ all raised to ഒരു പവർ. അപ്പൊ ഇത് രണ്ടും ഗുണിച്ചാൽ പോരെ അല്ലേ? അപ്പൊ എന്ത് വരും? x raised to
എ സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എ ഇൻറ്റു എ ബൈ എ സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇവിടെ എ സ്ക്വയർ മൈനസ് 1ഉം എ സ്ക്വയർ മൈനസും ക്യാൻസലായി, എയും എയും ക്യാൻസലായി, പകരം എന്ത് വരും? എക്സ് റേസ് ടു 1 വരും, ദാറ്റ് ഈസ് എക്സ്. ഓക്കെ, നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ എക്സ് ആണ്. കിട്ടിയോ? നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ എക്സ് ആണ്. അപ്പൊ നമുക്ക് ഇതുപോലെ ഇതിനകത്ത് നമുക്ക് എക്സ്പോണൻസിലെ എല്ലാ ഒരു റൂളും അപ്ലൈ ചെയ്യേണ്ട രീതിയിലാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? പാർട്സ് ആയിട്ട് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. പാർട്സ് ആയിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു ഇക്വേഷൻ മാത്രമാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം എൻ എന്നുള്ള ഇക്വേഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആദ്യം തന്നെ എക്സ് റേസ് ടു എ മൈനസ് എ റേസ് ടു മൈനസ് 1 എന്നുള്ള ഒരു ടൈമിനെ ഞാൻ അതായത് എ ആയിട്ട് എടുത്തു, അല്ലെങ്കിൽ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എം എൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? 1 ബൈ എ മൈനസ് 1ഉം എ ബൈ എ പ്ലസ് 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എം എൻ എ ബൈ എ സ്ക്വയർ മൈനസ് 1 കിട്ടി. അതിനുശേഷം എ മൈനസ് എ റേസ് ടു മൈനസ് 1നെ ഞാൻ ഈ ഒരു പോർഷനിൽ ചെയ്തിട്ടുണ്ട് അല്ലേ? അത് നമുക്ക് എ സ്ക്വയർ മൈനസ് 1 ബൈ എ എന്ന് കിട്ടും അല്ലേ? ഇനി പിന്നെന്താ? അത് നമ്മൾ എടുത്തെഴുതാൻ നേരത്ത് എക്സ് റേസ് ടു എ സ്ക്വയർ മൈനസ് 1 ബൈ എ ദ ഹോൾ റേസ് ടു എ ബൈ എ സ്ക്വയർ മൈനസ് 1 വരും. ക്രോസ് എം എന്നുള്ള ഒരു ഫോർമാറ്റിലേക്ക് വീണ്ടും ചെയ്യുക. അപ്പൊ നമുക്ക് എല്ലാം ക്യാൻസൽ ചെയ്ത് പോവും, എക്സ് എന്നുള്ള ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ഒരു എക്സാമിനേഷൻ ചോദിച്ചാൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനെ പറയാം. കാരണം അത് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ ഇത് സർവ്വസമവാക്യങ്ങൾ എന്നുള്ള നമ്മുടെ APയിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അത് ബേസ് ചെയ്തിട്ടുള്ള ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് മനസ്സിലായവർക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അല്ലാത്തവര് ഇത് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പൊ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ? ഒരു വാസ്തുശില്പ ഘടന നൽകിയിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 0.5 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ, 1.5 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ എക്സെട്ര അപ് ടു ആരമുള്ള എയിൽ നിന്ന് ആരംഭിച്ച് എയിൽ നിന്നും ബിയിൽ നിന്ന് മാറി മാറി കേന്ദ്രങ്ങളുള്ള തുടർച്ചയായ അർത്ഥവൃത്തങ്ങളാൽ നിർമ്മിതമാണ്. 13 അർത്ഥവൃത്തങ്ങൾ ചേർന്ന ഇത്തരം ഒരു വാസ്തുശില്പ ഘടനയുടെ ആകെ നീളം എത്ര? ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ അർത്ഥവൃത്തങ്ങൾ കണ്ടോ? ഈ AB എന്നുള്ളത് എത്രയാ? 0.5 ആണ്. അതിനുശേഷമുള്ള ഇവിടെ ഒരു നമ്മൾ സി ഇട്ട് കഴിഞ്ഞാൽ AC എന്നുള്ളത് 1 ആണ്. ഇങ്ങനെ ഈ ഓരോ അർത്ഥവൃത്തത്തിന്റെയും റേഡിയസ് എത്ര? 0.5 വെച്ച് ഇങ്ങനെ കൂടി പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ 13 അർത്ഥവൃത്തങ്ങൾ ചേർന്ന ഒരു വാസ്തുശില്പ ഘടനയുടെ ആകെ നീളം, അതായത് എയിൽ നിന്ന് ഇതിങ്ങനെ കറങ്ങി അല്ലേ? ഇതിങ്ങനെ കറങ്ങി 13ാമത്തെ ഇവിടെ കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആരം മാത്രം എടുത്ത് കൂട്ടിയാൽ പോരാ, പകരം എന്താ? ഈ അർത്ഥവൃത്തത്തിന്റെ ഈ ഒരു സെക്ടറിന്റെ നീളം കൂടി ഉൾപ്പെടുത്തണം. നമുക്കറിയാം വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. അർത്ഥവൃത്തത്തിന്റെ ചുറ്റളവ് എത്രയാണ് ഉള്ളവരെ? അതിന്റെ പകുതിയായിരിക്കും. വൃത്തത്തിന്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 2πr ആണെങ്കിൽ അർത്ഥവൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ πr ആയിരിക്കും അല്ലെ? അർത്ഥവൃത്തം, ഹെമി സർക്കിൾ. ഓക്കെ, അതൊന്നും അറിഞ്ഞിരിക്കുക. ഇനി ഈ ഓരോന്നിന്റെയും ചുറ്റളവ് എത്രയാ? ആദ്യത്തത് 0.5 സെന്റിമീറ്ററാ. അപ്പൊ അതിന്റെ ഇതെന്തായിരിക്കും? ചുറ്റളവ് എന്ന് പറഞ്ഞാല് π × 0.5 ആണ്. അടുത്തതിന്റെയോ π × 1 ആണ്. അടുത്തതോ π × 1.5 ആണ്. അടുത്തതോ π × 2 ആണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ? അതിന്റെ ചുറ്റളവ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 13 അർത്ഥവൃത്തങ്ങൾ ചേർന്നുള്ള വാസ്തുശില്പഘടനയുടെ ആകെ നീളമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? 13 അർത്ഥവൃത്തങ്ങളുള്ള വാസ്തുശില്പയുടെ ആകെ നീളം, ഈ റൗണ്ട് അതിന്റെ മൊത്തം നീളമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം, ഈ ഇവിടെ എഴുതുവാണേ π × 0.5, ഓക്കെ, π × 1, π × 1.5, ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 13 അർത്ഥവൃത്തങ്ങളുടെയാണ്. അതായത് ഇവിടെ S30 നമുക്ക് കണ്ടുപിടിക്കാം. ഈ പൈ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 0.5, 1, 1.5, 2, 2.5 അങ്ങനെ വരും. അതെന്തൊരു ശ്രേണിയാണ്? അതൊരു സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം 0.5 ഉള്ള ഒരു സമാന്തര ശ്രേണിയാണ്. 0.5, 1, 1.5. അപ്പൊ അതിന്റെ തുക നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. π × ഇതിന്റെ തുക നമുക്ക് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ആൻസർ കിട്ടും. πrന്റെ ആൻസർ കിട്ടും അല്ലെ? മൊത്തത്തിലുള്ള നീളം കിട്ടും. മൊത്തത്തിലുള്ള നീളം എന്ന് പറഞ്ഞാൽ πr ആണ്. എല്ലാ πr കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലുള്ള നീളം കിട്ടും, എല്ലാത്തിന്റെയും ചുറ്റളവ് അല്ലെ? അപ്പൊ π നമ്മൾ പുറത്തേക്ക് എടുത്തു, പകരം 0.5, 1, 1.5, 2 അങ്ങനെ എത്ര വരെ വേണം? 13 വരെ പോകണം അല്ലെ? 13ന്റെ എത്രയാണ് തുക? അവിടെ വരെ പോകണം അല്ലെ? അപ്പൊ അതിന്റെ തുക നമുക്ക് കണ്ടുപിടിക്കാം. S30 നമുക്ക് കണ്ടുപിടിക്കാം. S30 എന്ന് പറഞ്ഞാൽ n/2 × 2a + n - 1 × d അല്ലെ? 2a + n - 1 × d എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്ക് അറിയാലോ അല്ലെ? സർവ്വസമവാക്യങ്ങളില് അല്ലെ? APയില്
എ പിയിലെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ്. എന്നാം പദം കാണാനുള്ള 13ാമത്തെ പദത്തിന്റെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് n/2 × 2a + n-1 × d. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാ? n എന്ന് പറഞ്ഞാൽ 13 ആണ്. 13ാമത്തെ പദമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. n/2 × a എന്ന് പറഞ്ഞാൽ എത്രയും പിള്ളേരെ? a എന്ന് പറഞ്ഞാൽ 0.5 ആണ് അല്ലേ? 0.5 ആണ്. 0.5 × 2 ഓക്കെ 2a + n-1 × d. n-1 എന്ന് പറഞ്ഞാൽ 13 - 1 13 - 1 എന്ന് പറഞ്ഞാൽ 12. d എന്ന് പറഞ്ഞാൽ എത്രയാ? 0.5 1 1.5 2 2.5 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ 0.5 ആണ് അതിന്റെ എന്ത്? d. കോമൺ ഡിഫറൻസ്. ഓക്കെ a എന്ന് പറഞ്ഞാൽ ആദ്യ പദം, n എന്ന് പറഞ്ഞാൽ എത്ര എണ്ണാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഓക്കെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0.5 വെച്ചാണ് കൂടി പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് ചെയ്യാൻ നേരത്തെ എത്ര കിട്ടും? 13/2 × 0.5 × 2 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? 12 × 0.5 15 60 ആണ്. പിന്നെ ഒരു സ്ഥാനം മാറ്റി കുത്തിടുക. അപ്പൊ എത്ര വരും? 6. അപ്പൊ എത്ര വരും? 13/2 × 7 വരും. ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ കേട്ടോ. 13/2 × 7 തീർന്നോ? ഇല്ല, നമുക്ക് πr ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? മൊത്തത്തിലുള്ള πr ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കി π × 0.5 π × 1 π × 1.5 π × 2 ഇതിന്റെയൊക്കെ എന്താ സം ആണ് നമ്മൾ ചെയ്തത്. സം ചെയ്യാൻ നേരത്ത് പൈ പുറത്തേക്ക് എടുത്തു, പിന്നെ 0.5 1 1.5 2 അതിന്റെയൊക്കെ കണ്ടുപിടിച്ചു. അതാണ് ഈ തന്നിരിക്കുന്ന തുക എന്ന് പറയുന്നത്. ഇതിന്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യണം? പൈ കൂടി എന്ത് ഗുണിക്കണം. പൈയുടെ വാല്യൂ നമുക്ക് എന്തുണ്ട്? 22.7. അപ്പോൾ πr ടോട്ടൽ ആണ്. ടോട്ടൽ πr എന്ന് പറഞ്ഞാൽ എത്രയാ? 22.7 / 7 × 13/2 × 7 7 ക്യാൻസലായി. 2ഉം 22 ക്യാൻസൽ ചെയ്യാം. 11 11 × 2 ആണ് എന്ത്? 22. 11 × 13 ചെയ്യാം. 11 × 13 എന്ന് പറഞ്ഞാൽ 143. ഓക്കെ 11 × 13 143 ആണ്. 143 ഓപ്ഷൻ എ. ഓക്കെ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ഈ മൊത്തത്തിലുള്ള ഈ റൗണ്ട് ഇങ്ങനെ 13 വരെ ഇത് ഈ കട കറങ്ങി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി ഓക്കെ ഇങ്ങനെ 13 എണ്ണത്തിന്റെ അതിന്റെ ചുറ്റളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അർദ്ധവൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എത്രയാ? πr ആണ്. മൊത്തത്തിലുള്ള ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കേണ്ട. അർദ്ധവൃത്തത്തിന്റെ ചുറ്റളവ് കൂട്ടി പോയാൽ മതി. അപ്പൊ എന്ത് വരും? π × r. ഫസ്റ്റ് r എന്ന് പറഞ്ഞാൽ 0.5 ആണ്. സെക്കൻഡ് r എന്ന് പറഞ്ഞാൽ 1 ആണ്. തേർഡ് r എന്ന് പറഞ്ഞാൽ 1.5 ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യണം? കൂട്ടണം. പയ്യനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. പയ്യനെ പുറത്തേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്തു? 0.5 1 1.5 2 2.5 അതിന്റെ എന്ത് ചെയ്തു? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ച് ശ്രേണി വെച്ച് ശ്രേണി വെച്ച് നമ്മൾ n/2 × 2a + n-1 × d എന്നുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് അതിന്റെ തുക കണ്ടുപിടിച്ചു. ആ തുകയും പയ്യും കൂടി നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ r = 18 RAT = 39 എങ്കിൽ CAP എത്രയായിരിക്കും? ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ നേരത്ത് അറിയായിരിക്കും. അറിയാത്തവർ ശ്രദ്ധിക്കുക. നമ്മൾ ആൽഫബറ്റ് എഴുതി പോവാം. ഓക്കെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26. ഇനി A B C D E F G H I J K L M. ഇനി അതിന് താഴെയായിട്ട് N O P Q R S T U V W X Y Z. ഈ എഴുതി പോയത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഈ 1 തൊട്ട് 13 വരെ എഴുതി, 14 തൊട്ട് അതിന് തൊട്ട് താഴെയായിട്ട് 14 15 16 തൊട്ട് 26 വരെ എഴുതി അല്ലേ? അതിനുശേഷം A തൊട്ട് M വരെ അതിന് താഴെ എഴുതി, N തൊട്ട് Z വരെ റിവേഴ്സ് ഓർഡറിൽ എഴുതി അല്ലേ? അപ്പൊ എക്ക് താഴെ Z, ബിക്ക് താഴെ Y, സിക്ക് താഴെ X, അല്ലെങ്കിൽ 4ന് താഴെ എത്ര 23, 5ന് താഴെ 22, ഈ ഒരു ഫോർമാറ്റിൽ എഴുതാം. ഓക്കെ ഇനി ഇവിടെ നോക്കി R എന്ന് പറഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ അല്ല, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. R-ന്റെ വാല്യൂ നോക്കി 18 ആണ്. R-ന്റെ വാല്യൂ 18 ആണ്. RAT എന്ന് പറയുമ്പോൾ എത്രയാ? R-ന്റെ വാല്യൂ 18 ആണ്. A-യുടെ വാല്യൂ 1 ആണ്. T-യുടെ വാല്യൂ എത്രയാ? T-യുടെ വാല്യൂ 20 ആണ് അല്ലെ? അപ്പൊ 18 19 20 10 39. അപ്പൊ RAT അതെല്ലാം കൂട്ടിയതായിരിക്കും അല്ലെ? ആക്കങ്ങളുടെ എല്ലാം തുക കൂട്ടിയതാണ്. CAP അതുപോലെ തന്നെ നോക്കാം. C-യുടെ വാല്യൂ 3 ആണ്. C-യുടെ വാല്യൂ 3 ആണ്. A-യുടെ വാല്യൂ 1 ആണ്. P-യുടെ വാല്യൂ എത്രയാ? P-യുടെ വാല്യൂ 16 ആണ്. അപ്പൊ 16 1 17 3 20. ഓക്കെ ഓപ്ഷൻ സി 20 ആയിരിക്കും ശരിയായിട്ടുള്ള ഉത്തരം. അപ്പൊ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്ത് ഇതുപോലെ തന്നെ A തൊട്ട് Z വരെ ഈ ഒരു പാറ്റേണിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ A 512 E 216
ഡാഷ് M8. ഇതിൽ ഏതായിരിക്കും ആ ഡാഷ് അവിടെയുള്ള സംഖ്യ ഏതായിരിക്കും? ഇത് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്ന് ഓക്കെ, ഈ 512 എന്ന് പറഞ്ഞാൽ ഏതിന്റെ ക്യൂബാ? 8ന്റെ ക്യൂബാണ് അല്ലെ. 216 എന്ന് പറഞ്ഞാൽ ഏതിന്റെ ക്യൂബാ? 216 6ന്റെ ക്യൂബാണ് അല്ലെ. 8 എന്ന് പറഞ്ഞാൽ എത്രയുടെ ക്യൂബാ? 2ന്റെ ക്യൂബാണ് അല്ലെ. അപ്പോൾ ഈ ഓപ്ഷനിൽ ഏതാണോ ക്യൂബ് എന്നുള്ളത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ ആൻസർ 64 ആണ്. 64 എന്ന് പറഞ്ഞാൽ I64 ആണ്. 64 എന്ന് പറഞ്ഞാൽ 4ന്റെ ക്യൂബാണ്. ഇതൊരു മെത്തേഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. പിന്നെ അതല്ലാതെ എയിൽ നിന്ന് എത്ര കഴിയുമ്പോഴാണ് ഇ വരുന്നത്? BCDE അല്ലെ. എയിനോട് 4 കൂട്ടി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 5ാമത്തെ ടൈം ആണ് എന്ത്? ഇ. അതുപോലെ തന്നെ അടുത്തത് കൂട്ടിയാൽ പോരെ. FGHI 4 കൂട്ടി കഴിയുമ്പോൾ ഐ വരും. ഓക്കെ, ഐ ഉള്ള ഓപ്ഷൻ രണ്ടെണ്ണം ഉണ്ട്. പിന്നെ എന്ത്, ഈ ഒരു മെത്തേഡ് ക്യൂബിന്റെ മെത്തേഡ് കൂടി ഒന്ന് ചൂസ് ചെയ്യുക. അപ്പോൾ 2 കൂടി കൂട്ടി കഴിയുമ്പോൾ നമുക്ക് I64 എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞ ക്യൂബ് ഏതിന്റെയാണെന്നുള്ള ഒരൊറ്റ ഓപ്ഷനിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ ആൽഫബറ്റും കൂടി ഒന്ന് ജസ്റ്റ് നോക്കാം. +4 വെച്ച് കൂടി പോവാണ് 5ാമത്തെ ടൈം ആയിട്ട്. ഓക്കെ, ഇതൊരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കലണ്ടറിൽ സാധാരണഗതിയിൽ നമുക്ക് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഒരു തീയതി കഴിഞ്ഞ് ഒരു 5 വർഷം കഴിഞ്ഞ് എത്രാമത്തെ തീയതി ആയിരിക്കും, അല്ലെങ്കിൽ 5 വർഷവും 5 മാസവും കഴിഞ്ഞ് അങ്ങനെ ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെബ്രുവരിയൊക്കെ കയറി വരും. അപ്പൊ അത് ലീപ്പ് ഇയർ ആണോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. 5 വർഷം 5 മാസം 5 ദിവസം അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? 30/9/2017 എടുത്തെഴുതി. അതിനുശേഷം 5 വർഷം കഴിഞ്ഞിട്ടാണ്. 5 വർഷം എന്ന് പറയുമ്പോൾ 17/5/22 അല്ലെ. അപ്പൊ 30/9/2022. അപ്പൊ എത്രയാ? 5 വർഷം കഴിഞ്ഞു. 5 ഇയർ കഴിഞ്ഞു. ഓക്കെ, ഇനി 5 മാസം 5 ദിവസം കൂടി കഴിയണം. 5 മാസം എന്ന് പറയുന്ന നേരത്തെ എത്രയാണ് പിള്ളേരെ? 9 5 14. 14 മാസം ഉണ്ടോ? ഇല്ല. 12 മാസമല്ലേ ഉള്ളൂ അല്ലെ. 12 മാസം ഉള്ളൂ. 9 5 14 ആണ് വേണ്ടത്. പക്ഷെ 12 മാസം ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? 9 3 12. അപ്പോഴേക്കും ഡിസംബർ ആയി. ബാക്കി ജനുവരി ഫെബ്രുവരി അല്ലെ. അപ്പൊ 2ാമത്തെ മാസമായിരിക്കും. 30/2/2023 ആയേ. ക്ലിയർ ആയോ? ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. ഈ 9ാമത്തെ മാസം കഴിഞ്ഞ് 10ാമത്തെ മാസം ഏതാ? ഒക്ടോബർ. 11ാമത്തെ മാസം നവംബർ. 12ാമത്തെ മാസം ഡിസംബർ. 1ാമത്തെ മാസം അതായത് 4ാമത്തെ മാസം. 5 മാസം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇത് 1ാമത്തെ മാസം, 2ാമത്തെ മാസം, 3ാമത്തെ മാസം, 4ാമത്തെ മാസം. ഇത് 5ാമത്തെ മാസം. ഓക്കെ, അപ്പൊ എന്ത് വരും? ഫെബ്രുവരി വരും. 30/2/2023. അപ്പോൾ വർഷം മാറി 2022 നിന്ന് ഡിസംബർ കഴിഞ്ഞ് വരുമ്പോൾ 2023 ആയി. അപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഈ 2023 30 ഉണ്ടോ അല്ലെ? 5 മാസം എന്നാ പറഞ്ഞത്. നമ്മൾ ഡേറ്റ് 30 തന്നെ ആക്കണമെന്നില്ല അല്ലെ. 2023 28 ദിവസങ്ങളുള്ളൂ അല്ലെ. ഫെബ്രുവരിയിൽ 28 ദിവസങ്ങളുള്ളൂ. 2023 ലീപ്പ് ഇയർ ഒന്നും അല്ല. ലീപ്പ് ഇയർ ആണെങ്കിൽ എന്താ പറയാ 29 വരെ വന്നേനെ. ലീപ്പ് ഇയർ ഒന്നും അല്ല. അപ്പൊ 28 വരെ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കി 5 വർഷവും കഴിഞ്ഞു. പിന്നെന്താ 5 മാസവും കഴിഞ്ഞു. ഇനി 5 ദിവസം കൂടി കഴിഞ്ഞാൽ പോരെ. 5 ദിവസം അല്ലെ. 28 വരെ ഉള്ളൂ നമ്മുടെ ഫെബ്രുവരി. 5 ദിവസം എന്ന് പറയുമ്പോൾ എന്താ? മാർച്ച് 1, മാർച്ച് 2, മാർച്ച് 3, മാർച്ച് 4, മാർച്ച് 5. മാർച്ച് 5 എത്ര? ഓപ്ഷൻ ഡി ശരി ഉത്തരം. മാർച്ച് 5 2023 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം. 30/9/2017 തൊട്ട് 5 വർഷം 5 മാസം 5 ദിവസം അങ്ങനെയാ പറഞ്ഞത്. അപ്പൊ 2017 നിന്ന് 5 വർഷം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. 5 കൂട്ടിയാൽ മതി. 2022 ആയി. അപ്പൊ 5 വർഷം കഴിഞ്ഞു. ഇനി 5 മാസത്തിലാണ് ഒരു ടിസ്റ്റ് ഉള്ളത്. ഈ 5 മാസം എന്ന് പറയുന്നത് 9ഉം 5ഉം ആണ് 14. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എടുത്ത് എഴുതുക. 10 1ാമത്തെ മാസം, 11ാമത്തെ 2ാമത്തെ മാസം, 12 3 1 4 2 5. അപ്പൊ 2 എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാസമാണ് 5ാമത്തെ മാസം. ഫെബ്രുവരിയിൽ എത്ര ദിവസങ്ങളുണ്ട് നോക്കാം. 30 എന്നുള്ള രീതിയിൽ നിങ്ങൾ കൗണ്ട് ചെയ്ത് 28 എടുക്കുക. 28 ഓക്കെ, 28 മാസങ്ങളാണ് ഇത് ഫെബ്രുവരിയിലുള്ളൂ. പിന്നെന്താ 5ാമത്തെ ദിവസം എന്ന് പറയുന്നത്. അപ്പൊ 28 കഴിഞ്ഞാൽ പിന്നെ 1 മാർച്ച് 1 മാർച്ച് 2 മാർച്ച് 3 മാർച്ച് 4 മാർച്ച് 5. അപ്പൊ 5ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മാർച്ച് 5 ആയി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വാച്ചിന്റെ മിനിറ്റ് സൂചി 1.5 സെന്റിമീറ്റർ നീളമുള്ളതാണ്. ഒരു വാച്ചിന്റെ മിനിറ്റ് സൂചി 1.5 സെന്റിമീറ്റർ നീളമുള്ളതാണ്. 30 മിനിറ്റിൽ അതിന്റെ അഗ്രം സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. ഇത് 2 രീതിയിലൊക്കെ ചെയ്യാം. ഇതാണ് ഒരു വാച്ച്. അതിന്റെ മിനിറ്റ് സൂചി എന്ന് പറഞ്ഞാൽ ഇതാണ് മിനിറ്റ് സൂചി. ഓക്കെ, മിനിറ്റ് സൂചി 30 മിനിറ്റിൽ അതിന്റെ അഗ്രം സഞ്ചരിച്ച ദൂരം. അതായത് 30 മിനിറ്റിൽ 60 മിനിറ്റിൽ ഇത് മൊത്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യും അല്ലേ.
മിനിറ്റ് സൂചി 60 മിനിറ്റിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. 1 അവറിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. 30 മിനിറ്റിലാകുമ്പോൾ എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും? 30 മിനിറ്റിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, നമുക്ക് സെക്ടർ യൂസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ സർക്കിളിന്റെ ഒരു ഇക്വേഷൻ വെച്ച് യൂസ് ചെയ്ത് ചെയ്യാം. അപ്പൊ രണ്ട് രീതിയും പറയാം. ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു നമ്മുടെ കണക്കിന് ഈ ഒരു പറയാൻ പോകുന്ന ഇക്വേഷൻ ആയിരിക്കും എളുപ്പം. ഓക്കെ, നിങ്ങൾ നോക്കുക ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു നമ്മുടെ സർക്കിളിന്റെ വൃത്തത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എത്ര? 2πr ആണ്. 2πr ആണ്. ഒരു മണിക്കൂറിൽ അതായത് 360 ഡിഗ്രി ഒരു മണിക്കൂറിൽ മിനിറ്റ് സൂചി പാസ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. ഒരു മണിക്കൂറിൽ 2πr മൊത്തത്തില് എന്താ മിനിറ്റ് സൂചി കറങ്ങും. 2πr മിനിറ്റ് സൂചി കറങ്ങും ഒരു മണിക്കൂറിൽ. 30 മിനിറ്റിലാണെങ്കിൽ അപ്പൊ എത്രയാ? അതിന്റെ പകുതി πr അല്ലേ കറങ്ങുള്ളൂ അല്ലെ. ഒരു മണിക്കൂറിൽ 2πr കറങ്ങുമെങ്കിൽ 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ പകുതിയാണ്. അപ്പൊ 2πrന്റെ പകുതി എത്രയാ? πr ആണ് കറങ്ങുള്ളൂ. അപ്പൊ πr ആണ് 30 മിനിറ്റിൽ അത് സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ. π എന്ന് പറഞ്ഞാൽ എത്രയാ? 3.14 ആണ്. r എന്ന് പറഞ്ഞാൽ എത്രയാ? 1.5 ആണ്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ചെയ്താൽ കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, അതാണ് ഒരു ഇക്വേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. ഒരു ലോജിക്ക് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. മൊത്തത്തിൽ കറങ്ങാനാണെങ്കിൽ 2πr ആണ് അതിന്റെ ചുറ്റളവ്. അത് പകുതിയാണ്. 30 മിനിറ്റിൽ എത്ര കറങ്ങുന്നു എന്നാണ് ചോദിച്ചത്. 30 മിനിറ്റിൽ എന്ന് പറയുമ്പോൾ 2πrന്റെ പകുതി πr നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇതിപ്പോൾ ചെയ്യാൻ നേരത്ത് 4 20 0 2 2 7 13 15. ഓക്കെ, 4.71 കറക്റ്റ് ആയിട്ട് കിട്ടി. 4.71 നമുക്ക് കിട്ടും. അതൊരു മെത്തേഡ്. അതല്ലാതെ നമുക്കിപ്പോൾ ഇവിടെ 30 മിനിറ്റിന് പകരം 20 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അങ്ങനെയൊക്കെയാണ് തരുന്നതെങ്കിൽ ആദ്യം ആംഗിൾ കണ്ടുപിടിക്കുക അല്ലെ. ആംഗിൾ നമ്മളിപ്പോൾ പറഞ്ഞു 1 അവറിൽ 360 ആണ് കറങ്ങുന്നത്. 30 മിനിറ്റിലാണെങ്കിൽ 180 ആണ് കറങ്ങുന്നത് അല്ലെ. 5 മിനിറ്റിലാണെങ്കിൽ 30 ഡിഗ്രി ആയിരിക്കും കറങ്ങുന്നത്. ആ ഒരു പാറ്റേണിൽ നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുക. അതിനുശേഷം 2πr × θ/360. ഇത് സെക്ടറിന്റെ ഒരു നീളം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം 2πr × θ/360 എന്ന് പറയുമ്പോൾ 2πr × θ എത്രയാ? θ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രിയാണ്. നമ്മൾ പറഞ്ഞു 30 മിനിറ്റിൽ 180 ഡിഗ്രിയാണ് കറങ്ങുന്നത്. 180 × 360. ഇവിടെ 0 ക്യാൻസൽ ചെയ്തു. 18 36 2 ക്യാൻസൽ ചെയ്തു. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് πr എന്ന് കിട്ടും. ഈ πr തന്നെയല്ലേ നമ്മൾ ഇവിടെയും ചെയ്തത്. ഓക്കെ, അപ്പൊ സെയിം ആൻസർ തന്നെ കിട്ടുള്ളൂ. 4.71 ആണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് രീതി ചെയ്യാം. എന്താ കോമൺ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 2πr × θ/360 ആണ്. ഇവിടെ നമുക്ക് 30 മിനിറ്റ് പകുതി ആയത് തന്നുകൊണ്ട് നമുക്ക് എന്താ 2πrന്റെ പകുതി എടുത്ത് ഡയറക്റ്റ് ചെയ്യും. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണ്. 4 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 9 ഇരട്ടിയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? അല്ലെ, 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അപ്പൊ രണ്ട് രീതിയും ഞാനൊന്ന് ജസ്റ്റ് പറയാം. ആദ്യം നമ്മൾ കൺവെൻഷണൽ മെത്തേഡ് തന്നെ പഠിക്കുക. എങ്ങനെ എക്സിറ്റ് അല്ലെങ്കിൽ എങ്ങനെ ലോജിക്കലി നമുക്ക് ചെയ്യാം എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ വെച്ച് ചെയ്താലും മതി. നമുക്ക് എങ്ങനെയും ആൻസർ കിട്ടിയാൽ പോരെ എക്സാമിന് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ആപ്റ്റായിട്ട് തോന്നുക, അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പിക്ക് ചെയ്യാൻ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത് ഏതാണോ അത് ഓപ്റ്റ് ചെയ്ത് ഏതാണ് ചൂസ് ചെയ്ത് ചെയ്യുക കേട്ടോ. അപ്പൊ ആദ്യം തന്നെ എക്സിറ്റ് നമുക്ക് നോക്കാം. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണ് അല്ലെ. അച്ഛൻ, ഓക്കെ, മകന്റെ വയസ്സ് x ആണെങ്കിൽ അച്ഛന്റെ വയസ്സ് 5x ആയിരിക്കും. 5 ഇരട്ടി എന്നല്ലേ പറഞ്ഞ? 5 ഇരട്ടി. മകന്റെ വയസ്സ് x ആണെങ്കിൽ അച്ഛന്റെ വയസ്സ് 5 ഇരട്ടി ആയിരിക്കും. അതായത് 5x ആയിരിക്കും അച്ഛന്റെ വയസ്സ് എന്ന് പറയുന്നത്. ഇനി 4 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 9 ഇരട്ടിയായിരുന്നു. 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ x - 4 അല്ലെ. 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ x അല്ല, എക്സിനേക്കാൾ 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 4 കുറഞ്ഞു. അതുപോലെ തന്നെ അച്ഛന്റെ വയസ്സും കുറഞ്ഞില്ലേ? 5x - 4. ഓക്കെ, ഇവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താ? അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 9 ഇരട്ടിയായിരുന്നു എന്നാ പറഞ്ഞത്. 9 ഇരട്ടി അല്ലെ. അതായത് 5x - 4 എന്ന് പറഞ്ഞാല് എന്തായിരുന്നു? മകന്റെ വയസ്സിന്റെ 9 ഇരട്ടിയായിരുന്നു എന്ന് പറഞ്ഞത് അല്ലെ. അതായത് 5x - 4 എന്ന് പറഞ്ഞാല് എന്താ? മകന്റെ വയസ്സിന്റെ 9 ഇരട്ടി. x - 4ന്റെ 9 ഇരട്ടിയായിരുന്നു. അപ്പൊ ഇതങ്ങ് ചെയ്യാം. 5x - 4 = 9x - 36. ഈ 5x ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്ത് വരും? 9x - 5x = 36 ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ -4 + 36 വന്നു. ഓക്കെ, ഇതൊന്ന് ചെയ്ത പിള്ളേരെ. 9x ന്ന് 5x പോയി എത്രയാ? 9x ന്ന് 5x പോയി കഴിഞ്ഞാൽ 4x ആണ് അല്ലെ. 4x = എത്ര വരും? ഈ 36 -4 എന്നാൽ എത്ര വരും? 32 വരും അല്ലെ. ഡിഫറൻസ് എടുക്കുക, വലുതിന്റെ സൈൻ ഇടുക അല്ലെ. x എത്ര വരും? 32/4. 32/4 എന്ന് പറഞ്ഞാൽ 8 അല്ലെ. 32/4 8.
എക്സ് 8, അതായത് മോന്റെ പ്രായം 8ആണ്. മോന്റെ പ്രായം 8ആണ്. അച്ഛന്റെ പ്രായം എത്ര ആയിരിക്കും? 5 × 8, 5 × 8 40 ആയിരിക്കും അല്ലേ? അച്ഛന്റെ പ്രായം 40 ആയിരിക്കും. 40 8 നമ്മുടെ ആൻസർ വരുന്നത്. അതാണ് എക്സ് വെച്ച് നമ്മൾ ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആയോ? ആദ്യം മകന്റെ പ്രായം എക്സ് ആയിട്ട് എടുത്തു, അച്ഛന്റെ പ്രായം 5x ആയിട്ട് എടുത്തു. 4 വർഷം മുമ്പ് എന്ന് പറഞ്ഞാൽ മകന്റെ പ്രായം x-4 ആയിരിക്കും, അച്ഛന്റെ പ്രായം 5x-4 ആയിരിക്കും. പക്ഷെ ആ 5x-4 എന്ന് പറഞ്ഞാൽ എന്താ? 4 വർഷം മുമ്പ് ആ മകന്റെ 9 ഇരട്ടി ആയിരുന്നു എന്ന് പറഞ്ഞാൽ. അപ്പൊ 5x-4 9 × x-4 അല്ലേ? മകന്റെ പ്രായം x-4 ആണ് 4 വർഷം മുമ്പ്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് കണ്ടുപിടിക്കാം. x 8 ആണെങ്കിൽ 5x, അച്ഛന്റെ പ്രായം 5x ആണ്. അപ്പൊ എന്താ? 5 × 8 40 ആൻസർ കിട്ടും. ഇനി നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്ത് നോക്കാം, അല്ല ഇക്വേഷൻ്റെ ഓപ്ഷൻ വെച്ച് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കി, അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണ്. 4 വർഷം മുമ്പ് അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 9 ഇരട്ടിയായിരുന്നു. അപ്പൊ ആ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. ഇവിടെ നോക്കി, 5ന്റെ 5 ഇരട്ടിയാണ് 25, 6ന്റെ 5 ഇരട്ടിയാണ് 30, 7ന്റെ 5 ഇരട്ടിയാണ് 35, 8ന്റെ 5 ഇരട്ടിയാണ് 40. അപ്പൊ ആദ്യത്തെ കണ്ടീഷൻ എല്ലാ ഓപ്ഷനും സാറ്റിസ്ഫൈ ചെയ്തു. അച്ഛന്റെ വയസ്സ് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണെന്നുള്ളത് എല്ലാം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി 4 വർഷം മുമ്പ് 9 ഇരട്ടി ആയിരിക്കണ്ടേ? അതും കൂടി നോക്കണം. 4 വർഷം മുമ്പ് എന്ന് പറയാൻ നേരത്ത് മകന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 1 ആണ്, അച്ഛന്റെ പ്രായം എന്ന് പറഞ്ഞാൽ എത്ര? 4 കുറയ്ക്കുക, അപ്പൊ 21 ആണ്. അത് 9 ഇരട്ടിയാണോ? അല്ല. ഇവിടെ നോക്കി, 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ മകന്റെ പ്രായം 2 ആണ്, അച്ഛന്റെ പ്രായം എത്ര? 26 ആണ്. 9 ഇരട്ടിയാണോ? അല്ല. ഇവിടെ നോക്കി, 2 വർഷം പറയുമ്പോൾ 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ മകന്റെ പ്രായം 3 ആണ്, അച്ഛന്റെ പ്രായം 31 ആണ്. 9 ഇരട്ടിയാണോ? അല്ല. ഇവിടെ നോക്കി, 4 ആണ്. 4 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ 4 ആണ്, അച്ഛന്റെ പ്രായം 36 ആണ്. 36 4 9 ഇരട്ടി അല്ലേ? 9 × 4 അല്ലേ 36? ഓക്കെ, അപ്പൊ അത്രയും ചെയ്താൽ മതി. ഓപ്ഷൻ വെച്ച് വേണമെങ്കിൽ അങ്ങനെ ചെയ്തു പോവാം, അല്ലെങ്കിൽ എക്സ് എടുത്ത് നിങ്ങൾ എക്സ് എന്നുള്ള ഒരു പാറ്റേണിൽ ചെയ്തു പോവാം. അപ്പൊ നമ്മുടെ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ 10 ക്വസ്റ്റ്യൻസും കഴിഞ്ഞു. അത് എല്ലാ ക്വസ്റ്റ്യൻസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 24 ജനുവരി 2026 കണ്ടക്ട് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ മറ്റേ വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്തെ ഇത് കുറച്ചും കൂടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. ലഘൂകരിക്കാനുള്ള ബോർഡ് മാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബോർഡ് മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അപ്പൊ ഇതുപോലെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ ആദ്യം തന്നെ അതൊന്ന് എഴുതി വെക്കുക, എന്നിട്ട് ആ ഒരു രീതിയിൽ ചെയ്തു പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല, പിന്നെ ഡിവിഷനും ഇല്ല. ഡിവിഷനും ഇവിടെ ഒരെണ്ണമുണ്ട്, പിന്നെ എന്താ? മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, സ്ക്വയർ ഒക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. 36 + 9 × 2/3 - 5 സ്ക്വയർ. ഈ 9/3 ഇതിനെ നമുക്ക് ആദ്യം തന്നെ ചെയ്യാലോ അല്ലേ? 3 3 ക്യാൻസൽ ചെയ്തു. 3 × 2 6 എന്ന് കിട്ടി അല്ലെ? 36 + 6 - 5ന്റെ സ്ക്വയർ ചെയ്യുക. 5ന്റെ സ്ക്വയർ 25 കിട്ടി. 36 6 42. 42ൽ നിന്ന് 25 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 25. ഓക്കെ, 17 ആൻസർ കിട്ടും. ഓക്കെ, 42ൽ നിന്ന് 25 പോയി കഴിഞ്ഞാൽ 17 ആൻസർ കിട്ടും. ഓപ്ഷൻ സി 17 നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, ഓപ്ഷൻ സി 17 ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പി ക്യൂവേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ ക്യൂ പിയേക്കാൾ എത്ര ശതമാനം ചെറുതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, പി ക്യൂയേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ ക്യൂ പിയേക്കാൾ എത്ര ശതമാനം ചെറുതാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. ഓക്കെ, നോക്കാം. പി ക്യൂ. ഓക്കെ, പി ക്യൂവിനേക്കാൾ 5 മടങ്ങ് കൂടുതലാണെങ്കിൽ, ഇപ്പൊ പി കൂടുതലാണ് ക്യൂവേക്കാൾ അല്ലെ? അപ്പൊ ക്യൂ എത്രയാ? ക്യൂ ഒരു 100 എടുത്തു കഴിഞ്ഞാൽ പി എത്രയായിരിക്കും? പി 500 ആയിരിക്കും. 5 മടങ്ങ് കൂടുതലല്ലേ അല്ലെ? ക്യൂ 100 എടുത്തു കഴിഞ്ഞാൽ പി എത്രയായിരിക്കും? പി 500 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്യൂ പിയേക്കാൾ എത്ര ശതമാനം കുറവാണ്. ഇവിടെ ക്യൂ കുറവല്ലേ? എത്ര കുറവാണ്? 400 കുറവാണ് അല്ലെ? എത്ര കുറവാണ്? 400 കുറവാണ്. എങ്ങനെയാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ക്യൂ പിയേക്കാൾ എത്ര കുറവാണെന്ന് ചോദിച്ചത്? 400 കുറവ്. ആരെക്കാൾ? പിയേക്കാൾ അല്ലെ? ഇപ്പൊ പി താഴെ എഴുതുക. ഓക്കെ, എത്ര ശതമാനം? അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആയോ? ക്യൂ പിയേക്കാൾ എത്ര ശതമാനം കുറവാണ്, ചെറുതാണ് എന്നാണ് ചോദിച്ചത്. ചെറുതാണ് നമുക്കറിയാം, ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം 400 ചെറുതാണ് അല്ലെ? ഇപ്പൊ ക്യൂന്റെ വാല്യൂ എത്രയാ? 400 ചെറുതാണ് അല്ലെ? എത്ര? ആരെയായിട്ട് കമ്പയർ ചെയ്യണം? നമ്മൾ പി ആയിട്ട് കമ്പയർ ചെയ്യണം. ഇപ്പൊ പിയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് പിയും ക്യൂവും എന്താ 100 500 എന്നൊക്കെ എളുപ്പത്തിന് വേണ്ടി ചെയ്താൽ നമുക്ക് 10 എന്നുള്ള കൺസിഡറേഷനിലൊക്കെ വേണമെങ്കിൽ ചെയ്യാം. 10 20 ആ രീതിയിലൊക്കെ എടുക്കാം. അപ്പൊ അതിന് പ്രൊപ്പോർഷണൽ ആയിട്ട് എന്ത് ചെയ്യണം? ഇതെല്ലാം ചെയ്യേണ്ടി വരും. നമുക്ക് ശതമാന കണക്കിൽ എപ്പോഴും എടുക്കുമ്പോൾ 100 ആ ഒരു പാറ്റേണിൽ പോകുന്നതാണ് ഏറ്റവും എളുപ്പമായ ഒരു മാർഗം എന്ന് പറയുന്നത്. അതാണ് എന്ത്? നമ്മൾ 100 ബേസ് ആയിട്ട് എടുത്തത്. ഓക്കെ, അതിന് 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 500 എടുത്തു. ഓക്കെ,
അപ്പൊ എന്താ ക്യൂ പി യേക്കാൾ എത്ര ശതമാനം ചെറുതാണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ചെയ്താൽ മതി. 400 ചെറുതാണ് നേരെ പി അപേക്ഷിച്ച്. പിയുടെ വാല്യൂ 500 അപ്പൊ 500ൽ 400 × 100 ചെയ്യുക. 0 0 ക്യാൻസൽ ചെയ്തു. 5 100ൽ എത്ര തവണ പോവും? 20 തവണ പോവും. 4 × 20 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 × 20 80%. എത്ര? ഓപ്ഷൻ എ 80% ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ ബി എന്നിവ 4:5 എന്ന അനുപാതത്തിലും ബി സി എന്നിവ 20:30 എന്ന അനുപാതത്തിലുമാണെങ്കിൽ എ സി എന്നത് ഏത് അനുപാതത്തിലായിരിക്കും? ഓക്കെ, ശരിക്കും എ ബി സി നമ്മൾ എഴുതുക. എ ബി നമുക്ക് തന്നിട്ടുണ്ട് 4:5, ബി സി നമുക്ക് തന്നിട്ടുണ്ട് 20:30. 20:30 നമുക്ക് കട്ട് ചെയ്യാലോ, രണ്ടും 10 വെച്ച് വെട്ട് ചെയ്യാം അല്ലെ. അപ്പൊ 2:3 എന്ന് എഴുതാലോ, 2:3. ഓക്കെ, ഇനി സാധാരണഗതിയിൽ നമുക്ക് A:B:C ആ ഒരു ഫോർമാറ്റിൽ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ 5നെ ഇവിടെ എഴുതുക, ഈ 2നെ ഇവിടെ എഴുതുക. അതായത് നമ്മുടെ വേക്കന്റ് ആയിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ, ഇവിടെ വേക്കന്റ് ആയിരുന്നു, ഇവിടെ വേക്കന്റ് ആയിരുന്നു. അപ്പൊ അതിനോട് അടുത്ത് കിടക്കുന്നത് ഏതാണോ ഡിജിറ്റ് അത് എടുത്തെഴുതുക, അത്രേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം 4 × 2 8, 5 × 2 10, 5 × 13, 5 × 3 15. ഓക്കെ, അപ്പൊ A:B:C എന്ന് പറഞ്ഞാൽ 8:10:15 ആയിരിക്കും. ഇതിൽ നിന്ന് A:C കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും? 8:15 ആയിരിക്കും A:C അല്ലെ. A എന്ന് പറഞ്ഞാൽ 8, C എന്ന് പറഞ്ഞാൽ 15. ഓക്കെ, 8:15 ഇതൊരു മെത്തേഡ്. അതല്ലാതെ ഇവിടെ ഡയറക്റ്റ് A:B അതുപോലെ തന്നെ B:C തന്നു കഴിഞ്ഞാൽ A:B എന്നുള്ളത് 4:5 ആയിട്ട് എടുത്ത് എഴുതുക. B:C നമുക്ക് 20:30 എന്നുള്ളത് നമുക്ക് എന്താ 2:3 എന്നുള്ള രീതിയിൽ എടുത്ത് എഴുതുക. ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 × 2 8, 5 × 3 15. ഓക്കെ, അങ്ങനെ ഡയറക്റ്റ് താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടും? നമുക്ക് A:C കിട്ടും. ഓക്കെ, A:Bയും B:Cയും തന്നിട്ടുണ്ടെങ്കിൽ A:C കാണണമെങ്കിൽ ഡയറക്റ്റ് എടുത്ത് എഴുതുക. അതിന് ശേഷം എന്ത് ചെയ്യുക? താഴോട്ട് മുറിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ കിട്ടും. പക്ഷേ കൺവെൻഷണൽ മെത്തേഡ്, ശരിക്കും നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഈ പറഞ്ഞതാണ്. A:B:C എഴുതുക, വേക്കന്റ് ആയിട്ട് കിടക്കുന്ന സ്ഥലത്ത് അടുത്ത് കിടക്കുന്ന സംഖ്യ എടുത്ത് എഴുതുക, താഴോട്ട് ഗുണിക്കുക. ഓക്കെ, അപ്പൊ A:B:C കിട്ടും. അതിൽ നിന്ന് A:B എന്ന് പറഞ്ഞാൽ എത്രയാ? 8:10. A:C എന്ന് പറഞ്ഞാൽ എത്രയാ? 8:15. B:C എത്രയാ? 10:15. ഓക്കെ, അങ്ങനെ ചെയ്യാം. അടുത്തത് നോക്കാം. ടൈം ആൻഡ് ഡിസ്റ്റൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. രാമ 36 സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു. അവന്റെ വേഗത മണിക്കൂറിൽ എത്രയാണ്? വേഗത എങ്ങനെ കണ്ടുപിടിക്കണേ? വേഗത സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാ? ഡിസ്റ്റൻസ് 400 മീറ്റർ ആണ് അയാൾ ഓടുന്നത്. എത്ര സെക്കൻഡില്? 36 സെക്കൻഡില് അല്ലെ. ഇത് നോക്കി പിള്ളേരെ, ഇത് സെക്കൻഡിൽ 400 മീറ്റർ ഓടുന്നു എന്നാണ് പറഞ്ഞത് അല്ലെ. മീറ്റർ പെർ സെക്കൻഡിലാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കത് കിലോമീറ്റർ പെർ അവറിലാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ എന്നാ. മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കണമെങ്കിൽ 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, 18/5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്കാവും അല്ലെ. ഇനി കിലോമീറ്റർ പെർ അവർ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കണമെങ്കിൽ 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, മീറ്ററിനെ കിലോമീറ്റർ ആക്കണമെങ്കിൽ എന്താ 18/5 വെച്ച് ചെയ്യുക. 18/5 18 അല്ലേ വലുത്? അംശത്തിൽ വലുത് ഏതാണോ, അതായത് ന്യൂമറേറ്ററിൽ ഏതാണോ വലുത് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് വലുതാവുന്നത്? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കുന്നത്. ഓക്കെ, ഇനി കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക്, അപ്പൊ ചെറുതാക്കൂലേ വേണ്ടത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? 5/18. ഓക്കെ, ന്യൂമറേറ്ററിൽ അതായത് അംശത്തിൽ 5 വരുന്ന രീതിയിൽ 5/18 വെച്ച് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ അത് മാറിപ്പോവാതിരിക്കും. 18/5 ആണോ 5/18 ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരാണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്ക് ആക്കേണ്ടത്, അതായത് വലുതാക്കുക ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? 18/5 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താവും? കിലോമീറ്റർ പെർ അവർ ആവും. ഇവിടെ 18 36 കട്ട് ചെയ്യാം, 2 അല്ലെ. 2ഉം 400 കട്ട് ചെയ്യാം, എത്ര? 200 വരും അല്ലെ. 200/5 200/5 എന്ന് പറഞ്ഞാൽ എത്രയാ? 4 20 അല്ലെ. 40 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ 40 കിലോമീറ്റർ പെർ അവർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ലഘൂകരിക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. 8/2/3 27/2/3. അതിന്റെ ആൻസറാണ് ചോദിച്ചത്. ഓപ്ഷൻ എ 32, ഓപ്ഷൻ ബി 36, ഓപ്ഷൻ സി 30, ഓപ്ഷൻ ഡി 40. ഇങ്ങനെ 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ 8ന് നമുക്ക് എങ്ങനെ എഴുതാം? 8ന് നമുക്ക് 2 ക്യൂബ് എന്ന് എഴുതാലോ അല്ലെ. 2 × 2 × 2 അല്ലേ 8 അല്ലെ. 2 ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ 2 ക്യൂബ് × 2/3 എന്ന് കിട്ടും. അതുപോലെ 27 എങ്ങനെ എഴുതാം? 3 ക്യൂബ് എന്ന് എഴുതാം അല്ലെ. 3 ക്യൂബ് എന്ന് എഴുതാം. അപ്പൊ 3 ക്യൂബ് × 2/3 എന്ന് കിട്ടും. കിട്ടിയില്ലേ? ഇതെന്താ? A⁻m അല്ലേ. അപ്പൊ A⁻m എന്ന് വരും അല്ലെ. അപ്പൊ 2�3 × 2/3 അതുപോലെ തന്നെ അവിടെ 3 × 2/3. ഇവിടെ 3യും 3യും ക്യാൻസൽ ആവും, ഇവിടെയും 3യും 3യും ക്യാൻസൽ ആവും. അപ്പൊ എന്ത് വരും പിള്ളേരെ? 2² × 3² എന്ന് വരും. 2² എന്ന് പറഞ്ഞാൽ എത്രയാ? 4 ആണ്. 3² എന്ന് പറഞ്ഞാൽ എത്രയാ? 9 ആണ്. 9 × 4 36. ഓപ്ഷൻ ബി ശരി ഉത്തരം.
കിട്ടിയോ? 8 എന്നുള്ളത് 2 ക്യൂബായിട്ട് എടുത്ത് എഴുതി, 27 എന്നുള്ളത് 3 ക്യൂബായിട്ട് എടുത്ത് എഴുതി. ഓക്കെ, അപ്പൊ അത്ര മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഒന്ന് ലഘൂകരിക്കാനുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ a⁻m ചിലൊരു വലിയൊരു കണക്ക് ചെയ്തു. അപ്പൊ അതൊക്കെ വച്ച് നോക്കാൻ നേരത്തെ ഇത് സിമ്പിൾ കണക്കല്ലേ അല്ലെ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 289:20 അങ്ങനെയാണെങ്കിൽ 625 ഏതായിരിക്കും? 279 എന്ന് പറഞ്ഞാൽ 17ന്റെ സ്ക്വയർ ആണ്. അതിനോട് 3 കൂട്ടിയിട്ടാണ് എന്ത് 20 ആയത് അല്ലെ? 17 സ്ക്വയർ ആണ് 289, 17 + 3 ആണ് 20. 625 എന്നുള്ളത് 25ന്റെ സ്ക്വയർ ആണ്. 25ന്റെ കൂടെ 3 കൂട്ടുക, അപ്പൊ എത്ര വരും? 28 വരും. ഓക്കെ, 28 ഓപ്ഷൻ ഡി ശരി ഉത്തരം. ഓക്കെ, 28. അപ്പൊ ഈ ഒരു പാറ്റേണിൽ ഒക്കെ നമുക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാത്തിന്റെയും സ്ക്വയർ ക്യൂബ് ഒക്കെ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതിന്റെ ആൻസർ PSC ഫൈനൽ കീയിൽ കൊടുത്തത് ബുധനാണ്. പക്ഷെ ഇതെന്താന്ന് പറഞ്ഞാൽ ശരിക്കും ചൊവ്വയാണ് ഇതിന്റെ ആൻസർ വരുള്ളൂ. ഇതാരും ചലഞ്ച് ചെയ്തില്ല ഈ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമുക്ക് ആൻസർ ചേഞ്ച് ആയിട്ട് വന്നതിനെ. ഇവിടെ അവർ ചെയ്ത ഒരു മെത്തേഡ് ഞാൻ പറയാം. നമുക്കിപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇന്ന് തിങ്കളാഴ്ച ആണെങ്കിൽ ഇന്നേക്ക് 65-ാം ദിവസം, അല്ലെങ്കിൽ ഇന്നത്തേക്ക് 55-ാം ദിവസം, 40-ാം ദിവസം, ഇങ്ങനെ ആ ദിവസമാണ് ചോദിക്കുന്നതെങ്കിൽ ആ ദിവസത്തിൽ നിന്ന് 1 കുറച്ചിട്ട് ÷ 7 ചെയ്യുക. ഓക്കെ, 65-ാം ദിവസം എന്ന് പറയാൻ നേരത്ത് അതിൽ നിന്ന് 1 കുറയ്ക്കുക, അതിന് ശേഷം 7 ചെയ്യുക. 9 7 63 അപ്പൊ ഡിനോമിനേറ്റർ നമുക്ക് 1 കിട്ടും. ഈ ഡിനോമിനേറ്റർ അതായത് ഈ സിസ്റ്റത്തിനെ നമ്മൾ എന്ത് ചെയ്യുക? തന്നിട്ടുള്ള ഡേ ആയിട്ട് കൂട്ടുക. അപ്പോൾ തിങ്കളുടെ കൂടെ എന്ത് കൂട്ടണം? തിങ്കളുടെ കൂടെ നമ്മൾ 1 കൂട്ടണം. തിങ്കളുടെ കൂടെ 1 കൂട്ടുമ്പോൾ ചൊവ്വ. ഇതാണ് നമുക്ക് ആൻസർ ശരിക്കും. പക്ഷെ PSC ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ 64 അല്ല 65 എടുത്ത് അങ്ങോട്ട് ചെയ്തു. 65 ÷ 7 എടുത്ത് ചെയ്തു. 9 7 63 വന്നു, ശിഷ്ടം 2 വന്നു. തിങ്കളുടെ കൂടെ എന്ത് കൂട്ടി? 2 കൂട്ടി. തിങ്കളുടെ കൂടെ 2 കൂട്ടുമ്പോൾ ബുധൻ വരില്ലേ? ആൻസർ PSC കൊടുത്തത് എന്താ? ബുധനാണ് ആൻസർ കൊടുത്തത്. പക്ഷെ ശരിക്കുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ചൊവ്വയാണ്. അപ്പോൾ നമുക്ക് ഡൗട്ട് വരും, എങ്ങനെ ചൊവ്വ വരുന്നത്? അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ എണ്ണി നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, തിങ്കളാഴ്ച, ഇന്നേക്ക് തിങ്കളാഴ്ച ആണെങ്കിൽ ഇത് 1-ാം തീയതി തിങ്കളാഴ്ച ആണെങ്കിൽ 65-ാം ദിവസമല്ലേ ചോദിച്ചത്? 1 തിങ്കളാണെങ്കിൽ 8 തിങ്കളല്ലേ? 1 തിങ്കളാണെങ്കിൽ 8 തിങ്കളല്ലേ? 8 7 15 തിങ്കളല്ലേ? 15 7 22 തിങ്കളല്ലേ? 22 7 29, 29 7 36, 36 9 34. ഓക്കെ, 1 7 8 8 7 15, 15 7 22, 22 7 29, 29 7 36, 36 7 43, 43 7 50, 50 7 57, 57 7 64. ഓക്കെ, 64 തിങ്കളാണ്. മനസ്സിലായോ? അതായത് ഇന്ന് തിങ്കളാണ്. ഇന്ന് പറഞ്ഞാൽ 1-ാം തീയതി ഞാൻ തിങ്കളായിട്ട് എടുത്തു. ഇന്ന് തിങ്കളാണെങ്കിൽ 64-ാമത്തെ ദിവസം തിങ്കളാ. 65-ാമത്തെ ദിവസം അവർ ചോദിച്ചത്. 65-ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായിരിക്കും? ചൊവ്വയായിരിക്കും. ക്ലിയർ ആയോ? ശരിക്കും ചൊവ്വയാണ് ആൻസർ വരേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു അത് എളുപ്പത്തിലുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഇന്നേക്ക് 65-ാം ദിവസം അല്ലെങ്കിൽ ഇന്നേക്ക് 40-ാം ദിവസം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 1 മൈനസ് ചെയ്യുക. അതിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ എടുത്തിട്ട് അതിന്റെ ഒപ്പം കൂട്ടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ചൊവ്വയാണ് ആൻസർ വരേണ്ടത്. പക്ഷെ ആൻസർ കീ അവർ ബുധനാണ് ഇട്ടത്. ഓക്കെ, ഇനി ബുധൻ വരുന്ന കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 65 ദിവസത്തിന് ശേഷമുള്ള ദിവസം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ബുധൻ വരും. ഓക്കെ, ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ ഇന്നേക്ക് 65 ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസം ഏതെന്ന് ചോദിച്ചാൽ ബുധൻ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 65/7 എടുത്ത് ആ രീതിയിൽ ചെയ്തു പോകും. അങ്ങനെയല്ല ഇന്നേക്ക് 65-ാം ദിവസം അല്ലെങ്കിൽ ഇന്നേക്ക് 35-ാം ദിവസം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് 1 മൈനസ് ചെയ്തിട്ട് 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. റിമൈൻഡർ കിട്ടും, ശിഷ്ടം കിട്ടൂലേ? ആ ശിഷ്ടം തന്നിരിക്കുന്ന ഡേ ഏതാണോ അതിന്റെ ഒപ്പം കൂട്ടുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. വാച്ചിലെ മണിക്കൂർ സൂചി 7 മണി മുതൽ 10 മണി വരെ കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കറിയാം ഈ മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് കറങ്ങുന്നത് അല്ലേ? 1 മണിക്കൂറിൽ 30 ഡിഗ്രിയാണ് കറങ്ങുന്നത് അല്ലെ? ക്ലോക്ക് നോക്കി അല്ലെങ്കിൽ വാച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. 12 1 മണിയാവാൻ നേരത്ത് 12-ൽ നിന്ന് 1-ലേക്ക് എത്തും മണിക്കൂർ സൂചി 1 മണിക്കൂറിൽ അല്ലേ? മൊത്തം 360 ഡിഗ്രിയാണ് ഉള്ളത്. ആ ഓരോ ഡിവിഷൻസ് 30 ഡിഗ്രി അല്ലേ? അപ്പൊ 12-ൽ നിന്ന് 1-ലേക്ക് എത്തുമ്പോൾ 30 ഡിഗ്രിയാണ് കറങ്ങിയത്. ഇവിടെ നോക്കി 7 മണി മുതൽ 10 മണി വരെ എന്നാ. അപ്പൊ മൊത്തം 3 മണിക്കൂർ മാറിയിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ 3 × 30 ചെയ്യുക. 3 × 30 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി. ഓപ്ഷൻ ബി നമ്മുടെ ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത സംഖ്യ ഏത് അല്ലെ? 6 12 12 36 36 144. അടുത്തത് അറിയില്ല. അതാ പോകുന്ന പാറ്റേൺ നോക്കാം. 6-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 12 ആവും. 12-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 36 ആവും. 36-നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 144 ആവും. അപ്പൊ അടുത്തത് ഏതാ? 144-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 720 കിട്ടും. ഓപ്ഷൻ എ ശരി ഉത്തരം. ഓക്കെ, ഓപ്ഷൻ എ 720 ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ
താഴെ തന്നിരിക്കുന്ന സംഖ്യകളിൽ വേറിട്ടത് ഏത്? ഓക്കെ, 125 ഉണ്ട്, 729 ഉണ്ട്, 121 ഉണ്ട്, 341 ഉണ്ട്. നോക്കാം. 125 എന്ന് പറഞ്ഞാൽ എന്താ പിള്ളേരെ? 125 എന്ന് പറഞ്ഞാൽ 5ന്റെ ക്യൂബ് അല്ലേ? 5ന്റെ ക്യൂബ്. 125 എന്ന് പറഞ്ഞാൽ 5ന്റെ ക്യൂബ്. 729 എന്ന് പറഞ്ഞാൽ 99, 81, 81 × 9, 98. ഓക്കെ, 9ന്റെ ക്യൂബാണ് 729. 343 ആണെങ്കിലോ 343. 7ന്റെ ക്യൂബാണ് 343. 123 മാത്രം 1ന്റെ ക്യൂബല്ല. അപ്പൊ താഴെ തന്നിട്ടുള്ള സംഖ്യകളിൽ വേറിട്ടത് ഏതാ? 123 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അസിസ്റ്റന്റ് ഫീമെയിൽ പ്രസന്റ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കഴിഞ്ഞു. നമുക്ക് ഇനിയിപ്പോ അടുത്ത് വരാനിരിക്കുന്ന എക്സാം എന്ന് പറഞ്ഞാൽ ഈ ശനിയാഴ്ച എന്താ ഫീമെയിൽ അല്ല, ഇപ്പൊ നമ്മൾ ഫീമെയിൽ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറെ ഡിസ്കസ് ചെയ്തത്, അല്ലാതെ മെയിൽ എല്ലാവരുടെയും ഉള്ള അസിസ്റ്റന്റ് പ്രസന്റ് APOന്റെ എക്സാമാണ് നടക്കുന്നത്. അപ്പൊ എന്താ ഈ ഒരു പാറ്റേൺ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതിലും ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസും അതിലും ലെവൽ കുറഞ്ഞ ക്വസ്റ്റ്യൻസും ഉണ്ടാവും അല്ലെ? ഓക്കെ, ഇത് കെയർ ടേക്കർ എന്നുള്ള ഒരു എക്സാമിനേഷൻ 2026 നടത്തുകയുണ്ടായി. 2026 ജനുവരി 21-ാം തീയതി. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻസ് ആണ്, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോ താരതമ്യേന ഇപ്പൊ 2 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇത് നോക്കാം. 22 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു അർദ്ധവൃത്തം. 22 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു അർദ്ധവൃത്തം. ഓക്കെ, 22 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു അർദ്ധവൃത്തം വൃത്ത സ്തൂപികാകൃതിയിൽ മടക്കിയാൽ അതിന്റെ ചെരിവ് ഉയരം എന്താവും? അതിന്റെ ചെരിവ് ഉയരം എന്തായിരിക്കും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. നോക്കിയേ, ഒരു അർദ്ധവൃത്തം നമ്മള് കപ്പലിലേക്ക് പൊതിയാൻ വേണ്ടി കുമ്പിൾ ഉണ്ടാക്കില്ലേ? അപ്പൊ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇവിടെ ആയിരിക്കുന്ന ഇതിന്റെ അതിന്റെ കൂർത്തിരിക്കുന്ന ഭാഗം വരിക. ഈ വരച്ചിരിക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ത്? റൗണ്ട് ഷേപ്പിൽ വരിക അല്ലെ? അതല്ലേ നമ്മൾ റൗണ്ട് ആയിട്ട് ഇങ്ങനെ കറക്കി എടുക്കുന്നത് അല്ലെ? അപ്പൊ ഈ ചെരിവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു പോർഷൻ ആയിരിക്കും, ഈ ഒരു പോർഷൻസ് ഒക്കെ ആയിരിക്കും അതിന്റെ ചെരിവായിട്ട് വരുന്നത് അല്ലെ? അതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതായത് മൊത്തം 22 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ അർദ്ധവൃത്തത്തിന്റെ ഇവിടുന്ന് നമ്മൾ ഈ വരയ്ക്കുന്ന ആരം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? അതായത് ചെരിവ് എന്ന് പറയുന്നത് 11 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, നമ്മൾ ആ ഒരു അർദ്ധവൃത്തത്തിനെ നമ്മൾ ആ കുമ്പിളായിട്ട് എടുക്കാൻ നേരത്ത്, അതായത് ഇങ്ങനെ വൃത്ത സ്തൂപിക ആകൃതിയിൽ ഇങ്ങനെ കറക്കി എടുക്കാൻ നേരത്ത് ആ സ്ട്രെയിറ്റ് ലൈൻ 22 സെന്റിമീറ്റർ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ആ റൗണ്ട് ഷേപ്പ്. ഓക്കെ, ആ റൗണ്ട് ഷേപ്പ് ആ ചെരിഞ്ഞിരിക്കുന്നതായിരിക്കും അതിന് എന്ത്? അതിന്റെ ആരം, റേഡിയസ് എന്ന് പറയുന്നത് അല്ലെ? ആ റേഡിയസ് എന്ന് പറഞ്ഞാൽ 22ന്റെ പകുതി 11 ആയിരിക്കും അല്ലെ? അപ്പൊ ആ ചെരിഞ്ഞിരിക്കുന്നത് എത്രയായിരിക്കും? ചെരിവ് ഉയരം 11 ആയിരിക്കും. ഓക്കെ, അടുത്തത് തന്നിരിക്കുന്ന സംഖ്യാക്രമത്തിലെ 5ാമത്തെ സംഖ്യ എത്ര? 4, 7, 12, 19. അടുത്തത് എത്ര? 4, 3, 7. 7, 5, 12. 12, 7, 19. അടുത്തത് എത്ര? 19, 9, 28. 28 ഉണ്ടോ? ഓപ്ഷൻ എ 28 ആണ് നമ്മുടെ ആൻസർ. 28 ആണ് ആൻസർ. ഓക്കെ, 3, 5, 7, 9 അങ്ങനെ ആഡ് ഓൺ ചെയ്താണ് പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 പേരുടെ ശരാശരി വയസ്സ് എത്രയാണ്? 4 പേരുടെ ശരാശരി വയസ്സ് 15 ആണ്. ഒരാൾ കൂടി വന്നപ്പോൾ ശരാശരി വയസ്സ് 16 ആണെങ്കിൽ വന്ന ആളുടെ പ്രായം എത്ര? ഓക്കെ, അപ്പൊ ഇങ്ങനെ എടുത്ത് എഴുതി ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടും. 4 പേരുടെ ശരാശരി വയസ്സ് 15 ആണ്. അപ്പൊ ശരാശരി ഇൻറ്റു എണ്ണമാണെന്ത്? തുക. 4 × 15 60. അപ്പൊ തുക 60 ആയിരുന്നു. 4 പേരുള്ളപ്പോ എല്ലാവരുടെയും കൂടി വയസ്സ് എന്ന് പറഞ്ഞാൽ 60 ആയിരുന്നു. ഒരാൾ കൂടി വന്നു, അപ്പൊ 4 എന്നുള്ളത് 5 ആയി. ഒരാൾ കൂടി വന്നു, ശരാശരി 15 എന്നുള്ളത് 16 ആയി. അപ്പൊ 16 × 5 എത്രയാ? 6, 5, 30, 3, 1, 5, 3, 8. ഓക്കെ, 80 ആയി. തുക 60 നിന്ന് 80 ആയി. അപ്പൊ വന്നയാളുടെ പ്രായം എത്ര? 20. ഓക്കെ, ഓപ്ഷൻ എ 20 ആണ് ആൻസർ. കിട്ടിയോ? 4 പേരുടെ ശരാശരി വയസ്സ് ശരാശരി ഇൻറ്റു എണ്ണം ചെയ്യുമ്പോൾ നമുക്ക് തുക കിട്ടും. 60 ആണ്. 5ാമത് ഒരാളും കൂടി വന്നപ്പോൾ ശരാശരി കൂടി 16 ആയി. അപ്പൊ എത്ര? 80 ആയി. അപ്പൊ എത്ര കൂടി? 60 നിന്ന് 80 എന്ന് പറയുമ്പോൾ 20 കൂടി. വന്ന ആളുടെ പ്രായം 20. ഓക്കെ, അടുത്തത് നമുക്ക് ലഘൂകരിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ശ്രദ്ധിച്ചിരിക്കുക. 2⁶ ഇൻറ്റു 5⁴ ഇൻറ്റു 7⁴ ഡിവൈഡ് ബൈ ഈ 10⁴ 14⁴ 14 സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്യും? ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും. ഈ 10⁴ നമുക്ക് എങ്ങനെ? 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 5 എന്ന് എഴുതാലോ. അതുപോലെ 14നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 7 എന്ന് എഴുതാലോ. സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ 10⁴ നമുക്ക് 2⁴, അതുപോലെ തന്നെ 5⁴ എന്ന് എഴുതാലോ അല്ലേ? 2 × 5 ആണ് 10. അപ്പൊ 10⁴ നമുക്ക് 2⁴ എന്നും 5⁴ എന്നും എഴുതാം. അതുപോലെ 14 സ്ക്വയറിനെ 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അതേ രീതിയിൽ ഞാൻ ഇവിടെ എഴുതുവാണെങ്കിൽ 10⁴ ഞാൻ എന്ത് എഴുതി? 2⁴ ഇൻറ്റു 5⁴ എഴുതി. അതുപോലെ തന്നെ 14 സ്ക്വയറിനെ 2 സ്ക്വയർ ഇൻറ്റു 7 സ്ക്വയർ എഴുതി. ഓക്കെ, a⁴m എന്താ? a⁴m ആണ്.
എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എം എൻ എന്താ? എ റേസ് ടു എം മൈനസ് എൻ ആണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ വേണ്ടി വരും. എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം മൈനസ് എൻ. ഓക്കെ ഓക്കെ, അപ്പോൾ 2/6 2/4 6ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 2 അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 2 സ്ക്വയർ വരും. അതുപോലെ 5/4 5/4 നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഇവിടെ നോക്കി 2 സ്ക്വയർ, ഇവിടെ ഒരു 2 സ്ക്വയർ ഉണ്ട്. അപ്പൊ ഈ 2 സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ. പിന്നെ 7/4 ഡിവൈഡ് ബൈ 7 സ്ക്വയർ അല്ലെ. എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം മൈനസ് എൻ അല്ലേ. 4ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ എന്ത് വരും? 2 വരും. അപ്പൊ 7 സ്ക്വയർ നമുക്ക് ഫൈനൽ ആയിട്ട് കിട്ടും. 7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. ഓപ്ഷൻ ബി 49 ഇവിടെ ശരി ഉത്തരം. ഓക്കെ, ക്ലിയർ ആയോ? ഈ 10⁴ ഞാൻ എന്ത് ചെയ്തു? 2⁴ × 5⁴ എന്ന് എഴുതി. അതുപോലെ 14 സ്ക്വയറിനെ ഞാൻ എന്ത് ചെയ്തു? 2 സ്ക്വയർ × 7 സ്ക്വയർ എന്ന് എഴുതി അല്ലെ. 14 എന്ന് പറഞ്ഞാൽ 2 × 7 14. 10നെ 2 × 5 10. അപ്പൊ ആ പവറും അതേപോലെ തന്നെ എടുത്തെഴുതി. അതിനുശേഷം നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ നേരത്തെ ഏത് ഇക്വേഷൻ അറിയണം? എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ എന്നുള്ള ഒരു ഇക്വേഷൻ അറിയണം. എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം മൈനസ് എൻ ആണ് അല്ലെ. അതായത് 2 ചുമ്മാ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ എ എന്നുള്ളത് സെയിം ആയിരിക്കണം. ഇവിടെ 2നെയും തന്നെ നോക്കി, അല്ലാണ്ട് 2നെ 5നെയും അല്ലെങ്കിൽ 5നെ 7നെയും തമ്മിൽ നമുക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റില്ല. 2 താഴെയും മുകളിലും ഉണ്ടെങ്കിൽ കുറയ്ക്കുക, 5 റേസ് ടു താഴെയും മുകളിലും ഉണ്ടെങ്കിൽ കുറയ്ക്കുക, 7 റേസ് ടു താഴെയും മുകളിലും ഉണ്ടെങ്കിൽ കുറയ്ക്കുക. അതനുസരിച്ച് ചെയ്തു പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 5:4 ആണെങ്കിൽ 35 x എത്രയായിരിക്കും? 5 × 7 ആണ് 35. 5 × 7 ആണ് 35. അപ്പൊ 4 × 7 എത്രയാ? 7 4 28. 28 ആണ് എന്ത്? എക്സ്. ഓക്കെ, ഓപ്ഷൻ എ 28 ആണ് ശരി ഉത്തരം. ഓക്കെ, 5 × 7 ആണ് 35, 7 × 4 ആണ് 28. അടുത്ത നോക്കാം. തന്നിരിക്കുന്ന സമവാക്യത്തിലെ എന്നിന്റെ വില എത്രയാണ്? എന്നിന്റെ വില എത്രയാണ്? 4⁻² + n × 4³ = 4⁸8. ഇത് കൃത്യങ്ങളുടെ അടുത്തൊരു ടൈപ്പ് ഇക്വേഷൻ ആണ്. a⁻m × a⁻n = a⁻m + n. ഓക്കെ, a⁻m + n. ഇവിടെ നോക്കി, a⁻m × a⁻n = a⁻m + n എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. അതായത് എമ്മും എന്നും ഗുണിക്കാൻ നേരത്ത് നമുക്ക് എന്ത് വരണം? അതായത് എമ്മും എന്നും ഇവിടെ പവർ ആയിട്ട് നമ്മൾ ഗുണിക്കുമ്പോൾ ഇവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ നോക്കി 4⁻m 4⁻m + n. അതായത് 2 + n + 3 ആണ് എന്ത്? 8 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? 2 + n + 3 ആണ് 8. ക്ലിയർ ആയില്ലേ? അതായത് നോക്കി പിള്ളേരെ, ഇത് a⁻m ഇത് a⁻m. ഈ a⁻m എന്താ ചെയ്യണത്? a⁻m + n ആണ് അല്ലെ. ഈ m + n ആണ് എന്ത്? ഈ m + n ആണ് എന്ത്? 8 എന്ന് പറയുന്നത്. ഇവിടെ m എന്ന് പറഞ്ഞാൽ എത്രയാ? ഇവിടെ m എന്ന് പറഞ്ഞാൽ 2 + n ഉം n എന്ന് പറഞ്ഞാൽ എത്രയാ? n എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 2 + n + 3 ആണ് 8. അപ്പൊ n എന്ന് പറഞ്ഞാൽ n + 5 = 8 ആണ്. ഇതിൽ നിന്ന് n നമുക്ക് കിട്ടുമല്ലോ. n = 8 - 5 = 3 എന്ന് കിട്ടും. ഓക്കെ, ഓപ്ഷൻ ബി 3 ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 40ന്റെ എത്ര ശതമാനമാണ് 28? 40ന്റെ എത്ര ശതമാനമാണ് 28? നോക്കാം. 40ന്റെ x ശതമാനമാണ് 28 അല്ലെ. എത്ര ശതമാനം എന്ന് ചോദിച്ചത്? ഇങ്ങനെയല്ലേ ചെയ്യണത്? 40ന്റെ എത്ര ശതമാനമാണ്? ഈ x ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എത്ര ശതമാനമാണ് നമുക്ക് അറിയത്തില്ല, അതാണ് 28. ഇതിൽ നിന്ന് x കണ്ടുപിടിക്കണം. x / 100 = 28/40. x = 28 × 100/40. 0 ക്യാൻസൽ ചെയ്തു. 4ഉം 28ഉം ക്യാൻസൽ ചെയ്യാം. 7. അപ്പൊ 7 × 10 എന്ന് പറയുമ്പോൾ 70% നമ്മുടെ ആൻസർ. ഓക്കെ, 40ന്റെ എത്ര ശതമാനമാണ് 28 എന്ന് പറഞ്ഞാൽ 70% 28. 40ന്റെ എത്ര ശതമാനമാണ് 28? 70%. ഇതാണ് നമ്മൾ സാധാരണ രീതി ചെയ്യുന്ന മെത്തേഡ്. അതല്ലെങ്കിൽ നമുക്ക് എളുപ്പവഴിയുണ്ട്. ഓക്കെ, ഏതൊരു സംഖ്യ എടുത്താലും അതിന്റെ ഒരു ഡിജിറ്റ് മാറ്റി കഴിഞ്ഞാൽ എത്ര കിട്ടും? 10% കിട്ടും. 2 ഡിജിറ്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 1% കിട്ടും. ഓക്കെ അല്ലെ? അങ്ങനെയല്ലേ? 100ന്റെ 1% മാറ്റി 100ന്റെ ഒരു സംഖ്യ മാറ്റി കഴിഞ്ഞാൽ എത്രയാ? 10% കിട്ടും അല്ലെ. 100ന്റെ 10% അല്ലേ 10 അല്ലെ. 1% എന്ന് പറഞ്ഞാലോ 2 സ്ഥാനം മാറ്റി കുത്തിടാം. അപ്പൊ എന്താ? 1. 100ന്റെ 1% അല്ലേ 1. അപ്പൊ ഏതൊരു സംഖ്യയുടെയും ഒരു ദശാംശം നമ്മൾ മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ അത് 10% ആയിരിക്കും. 2 ദശാംശം മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ അത് 1% ആയിരിക്കും. അപ്പൊ ഇവിടെ 40ന്റെ ഒരു ദശാംശം മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ 4 എന്ന് കിട്ടും. 4 എന്ന് പറഞ്ഞാൽ എത്രയാ? 10% ആണ്. 4 എന്ന് പറഞ്ഞാൽ 10% ആണ്. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചത് 28 ആണ്. 4 × 7 ആണ് എന്ത്? 28. 4 × 7 ആണ് 28. അപ്പൊ 10 × 7 നോക്കണ്ടേ? 10 × 7 എന്ന് പറയുമ്പോൾ 70%. ഓക്കെ, ആ രീതിയിൽ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹെൽപ്പ് എന്ന വാക്ക്
LIPT എന്ന് കോഡ് ചെയ്തിരിക്കുന്നു. വേഡ് എന്ന വാക്ക് കോഡ് ചെയ്യുന്നത് എങ്ങനെ? HELP, ഹെൽപ്പിനെ നമ്മൾ LIPT എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ വേഡിനെ നമ്മൾ ഏത് രീതിയിൽ എഴുതി? നമ്മൾ ആദ്യം ABCD എഴുതി പോയില്ലേ? അത് എഴുതി പോവുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. അതല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ നിന്ന് ജസ്റ്റ് കൗണ്ട് ചെയ്താലും മതി. H കഴിഞ്ഞാൽ എത്രാമത്തതാ L വരുന്നത്? IJKL, നാലാമത് വന്നു അല്ലേ? നാലാമത് വന്നു. ഇക്ക് ശേഷം FGHI, നാലാമത് വന്നു, അതായത് 5 കൂട്ടുക. എല്ലിന് ശേഷം MNOP അല്ലെ? എല്ലാം 4 വെച്ചാൽ വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വേഡിനെ അങ്ങനെ എഴുതിയ പോലെ അല്ലെ? W കഴിഞ്ഞാൽ WXYZA അല്ലെ? അപ്പൊ A ആയിരിക്കും ആദ്യം വരിക. ഓക്ക് ശേഷം OPQRS. ഓക്കെ, AS വെച്ചാൽ 4 ഓപ്ഷൻ ചെക്ക് ചെയ്യുക. ഓപ്ഷൻ ബി. ഫുള്ള് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓപ്ഷൻ നോക്കി നമുക്ക് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ AS വെച്ച് തുടങ്ങുന്നത് ആകെ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ഡയറക്ഷൻ ഒന്നും ചോദിച്ചില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഡയറക്ഷൻ ഉള്ളത്. ഡയറക്ഷൻ നമ്മൾ ആദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? അതൊന്ന് വരച്ചു വയ്ക്കുക അല്ലേ? ഈസ്റ്റ്, നോർത്ത്, വെസ്റ്റ്, സൗത്ത് ഇങ്ങനെ വരച്ചു വയ്ക്കുക. ഇനി ഓക്കെ, വിജയ് 12 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്തു. തെക്കോട്ട് എന്ന് പറയുമ്പോൾ സൗത്തിലേക്കാണ്. വിജയ് 12 കിലോമീറ്റർ എങ്ങോട്ട് യാത്ര ചെയ്തു? തെക്കോട്ട് യാത്ര ചെയ്തു. പിന്നെ വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ യാത്ര ചെയ്തു. ഈ വലത്തോട്ട് ഇടത്തോട്ട് അങ്ങനെ പറയാൻ നേരത്തെ വലത്തോട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ചിന്തിക്കുക. ഇടത്തോട്ട് എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, ക്ലോക്ക് തിരിയുന്നത് എങ്ങനെയാണ്? വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടല്ലേ തിരിയുന്നത്? ഇങ്ങനെയല്ലേ കറങ്ങുന്നത് ക്ലോക്ക്? ഇങ്ങനെ അല്ലേ? വലത്തോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് 10 കിലോമീറ്റർ അല്ലേ യാത്ര ചെയ്തത്? 10 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ഇത്രയും. ഓക്കെ, 10 കിലോമീറ്റർ യാത്ര ചെയ്തു. വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ യാത്ര ചെയ്തു. വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പോൾ വീണ്ടും ഇങ്ങനെ തന്നെ ഇങ്ങനെ കറങ്ങുമല്ലേ? വീണ്ടും വലത്തോട്ട് എന്ന് പറയുമ്പോൾ 12 കിലോമീറ്റർ യാത്ര ചെയ്തു. ഓക്കെ, എങ്കിൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? അപ്പൊ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് നേരെ പാരലായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? 10 കിലോമീറ്റർ അകലെയാണ്. ഓപ്ഷൻ ബി അല്ലെ? അയാൾ ആദ്യം തെക്കോട്ട് 12 കിലോമീറ്റർ കടന്നു, വലത്തോട്ട് തിരിഞ്ഞ് 10 കിലോമീറ്റർ കടന്നു, വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ കടന്നു അല്ലെ? ഇപ്പൊ സ്റ്റാർട്ടിംഗ് പൊസിഷൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എത്ര ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്? 10 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലോക്കിലെ സമയം 3 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? ഒരു ക്ലോക്കിലെ സമയം 3 മണിയാകുമ്പോൾ അല്ലെ? 3 മണിയാകുമ്പോൾ ഇങ്ങനെയല്ലേ ക്ലോക്ക് നിൽക്കുക? 3 മണി. മണിക്കൂർ സൂചി 3-ന് നേരെ, മിനിറ്റ് സൂചി എങ്ങനെ? 12-ന് നേരെ ആയിരിക്കും. ഞാൻ പറഞ്ഞു ഈ ഓരോ ഡിവിഷൻ എന്ന് പറയുന്നതും എന്താണ്? ഓരോ ഡിവിഷൻ എന്ന് പറയുന്നതും 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി. ഇവിടെ 3ഉം 12ഉം, മണിക്കൂർ സൂചി 3-ലും മിനിറ്റ് സൂചി 12-ലും നിൽക്കണേ. അപ്പൊ എത്ര ഡിവിഷൻ ഉണ്ടാവും? 1, 2, 3 ഡിവിഷനല്ലേ ഉണ്ടാവുക. അപ്പൊ 3 × 30 എത്ര? 90 ഡിഗ്രി ആയിരിക്കും കോണളവ്. എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും കോണളവ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്താ 30h - 11/2m എന്നുള്ള ഒരു ഇക്വേഷൻ ഒക്കെ വെച്ച് ചെയ്യാം. ഇവിടെ അങ്ങനെ അതിന്റെ ഒരു ആവശ്യമില്ല. നമുക്ക് 3 മണി 4 മണി അങ്ങനെയൊക്കെ ഡയറക്റ്റ് പറയാൻ നേരത്ത് ഈ എത്ര ഗ്യാപ്പ് ഉണ്ടോ അത് വെച്ച് നമുക്ക് ചൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 30h - 11/2m എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യണം. H എന്ന് പറഞ്ഞാൽ എന്താ? അവർ ഹാൻഡ് അല്ലെ? മണിക്കൂർ സൂചി എവിടെയാണോ അതാണ് ചൂസ് എടുക്കേണ്ടത്. മിനിറ്റ് സൂചി എവിടെയാണോ അതാണ് എന്ത് എമ്മിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട 3 എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻ ഏതൊക്കെയാണ്? APO ഉണ്ട്, അതുകൂടാതെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ട്. അപ്പോൾ ആ 2 എക്സാമിനേഷനും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കുക. വരാൻ പോകുന്ന എക്സാമിനേഷനൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് എഴുതുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.